ഫാരിസേ, എടാ ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ക്ലീൻ ആണല്ലോ. ഇപ്പോൾ പോളണ്ട് ആണെങ്കിലും യൂറോപ്പ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജപ്പാൻ അങ്ങനെയൊക്കെ സിറ്റീസൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ക്ലീൻ ആണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പല സിറ്റികളും എന്തുകൊണ്ട് അത്ര ക്ലീൻ അല്ല? എന്തുകൊണ്ട് ഇങ്ങനത്തെ മോഡൽ, ഇപ്പോൾ കേരള മോഡൽ എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ട് പല സിറ്റീസിലെ മോഡൽ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളത്? ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ കേട്ടാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി സുൽത്താൻ ബത്തേരി ആണെന്നുള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് കേസ് അല്ലേ, ബെസ്റ്റ് ക്ലീൻ സിറ്റി. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുപ്പുന്നതിന് ഫൈൻ വന്ന സുൽത്താൻ ബത്തേരിയിലാണ്. പബ്ലിക് സ്പേസിൽ 500 ഇന്ത്യൻ റുപ്പി ഫൈൻ വന്നത് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് ഇടാൻ കാരണം തന്നെ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. അതിൽ ഒരു ലേഡി ഇങ്ങനെ പറയുന്നുണ്ട് സുൽത്താൻ ബത്തേരിയിലെ അവിടെ അങ്ങനെ ആ സ്ട്രീറ്റിൽ നടന്നിട്ട് സംസാരിക്കണേ. അതായത് അവിടെ ഈ ഫുട് പാത്ത് ഉണ്ടാവുമല്ലോ, ഫുട് പാത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കമ്പികളുണ്ടാവും. അപ്പോൾ അതിന്മേലൊക്കെ അവർ ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ എന്നോ നട്ടതാണ്, പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ്, അതാണ് ആ ലേഡി എടുത്ത് പറയുന്ന കാര്യം. അതായത് കേരളത്തിൽ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് പല സ്ഥലത്തും, വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിട്ടും ഈ സീവേജ് സിസ്റ്റം ആയിട്ടും അതേപോലെ തന്നെ ചെടികൾ നടുന്നതായിട്ടും. പക്ഷേ ഇതിൻ്റെ ഒന്നും മെയിൻ്റനൻസ് ഇല്ല. ഇപ്പോൾ ഇതിന് പ്രോപ്പർ എക്സാമ്പിൾ എനിക്കും അറിയാം. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ വണ്ടൂരാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ നമുക്ക് അവിടെ ഇതുപോലത്തെ ഒരു ഏരിയയിൽ അങ്ങനെ റോഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ആദ്യം ഡിവൈഡർ ഉണ്ടായിരുന്നു. ആ ഡിവൈഡർ മാറ്റിയിട്ട് അവർ ചെറിയൊരു ഏരിയ ആക്കി, ഒരു ചെറിയൊരു സ്പേസ് ആക്കി, അതിന് മണ്ണൊക്കെ നിറച്ചിട്ട് പൂക്കളൊക്കെ ആക്കി, അവിടെ ഹൈമാസ് ലൈറ്റ് വന്നു. എന്നിട്ട് പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം അവിടെ ഈ ചെടികളൊന്നും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ പൂക്കളൊന്നും കുറേ കാലം ഉണ്ടായില്ല, മനസ്സിലായില്ലേ? പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മെയിൻ്റെനൻസ് വരും. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊക്കെ വീണ്ടും നട്ടു വളർത്തും. പിന്നെയും കുറച്ച് കാലത്തിന് അത് പോവും, പിന്നെയും അവിടെ മെയിൻ്റെനൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ഈ മെയിൻ്റെനൻസ് ആണ് പ്രശ്നം. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ഈ മെയിൻ്റെനൻസ് ഉള്ളത് കൊണ്ടാണ് സുൽത്താൻ ബത്തേരി ഇപ്പോഴും അതുപോലെ നിൽക്കുന്നതെന്നുള്ളത്. കാരണം ഇപ്പോൾ രാവിലെ 2 മണിക്കെങ്ങാണ്ട് അവിടുത്തെ ഈ ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൃത്തിയാക്കുന്ന ആൾക്കാർ രാവിലെ 2 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 7:30 ആകുമ്പോഴത്തേനും അവർ ക്ലീനിങ് കഴിയും. അപ്പോൾ ഈ സെയിം 2 മണിക്ക് തുടങ്ങിയിട്ട് 7:30 ആകുമ്പോഴത്തേനും അവരെന്ത് ചെയ്യും, അവിടുത്തെ എല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കളക്ട് ചെയ്തിട്ട് അവരതൊരു സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ വന്ന സമയത്ത് രാത്രി റോഡ് വരെ ഇവർ ബ്രഷ് ഇട്ട് കഴിക്കണുണ്ടല്ലോ, നമ്മളൊരു ലോറി വന്നിട്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ രാത്രി ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പകൽ ഇത്രയും ക്ലീൻ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല പ്രൊജക്റ്റുകളും തുടങ്ങുന്നുണ്ട്, പക്ഷേ അതൊക്കെ മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അല്ല ഒന്നാമത്തെ പറഞ്ഞാൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുഴപ്പം. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഇപ്പോൾ ആവറേജ് ആയിട്ട് എത്ര വരിക, 17-18 അല്ലേ, ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 17-18 ആൾക്കാരാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലോ 450-ന്റെ മേലെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്നത്. അപ്പൊ അത്രത്തോളം ആൾക്കാർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മാനേജ് ചെയ്യാൻ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ട്. പിന്നെ നാടിങ്ങനെ ഈ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഈ സിറ്റീസും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ആ വേസ്റ്റ് മാനേജ്മെന്റ് അനുസരിച്ച് ഇങ്ങോട്ട് ഇത് പക്ഷേ ഇത് ഇമ്പോസിബിൾ ആയ കാര്യമല്ല. നമ്മളെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ആണെങ്കിലും നമ്മളൊരു മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഒരു വില്ലേജ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ലെവലിൽ എടുക്കാൻ തന്നെ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ നമ്മളൊരു അജണ്ടയിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ ഫോക്കസ് ഒന്ന് ഇതിൽ കൊടുത്താൽ മതി, അല്ല ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതായത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഫോക്കസ്. അതെ, ഇപ്പം നമ്മളൊരു നമ്മളൊരു സീവേജിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ട് ഫുള്ളി സീവേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അടുത്തൊരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ അടുത്ത ആ ഒരു ഫണ്ട് ഇതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന ടൈം വരെ അല്ലെങ്കിൽ നെക്സ്റ്റ് 5 വർഷം ആയിക്കോട്ടെ, 5 വർഷത്തേക്ക് അതിൻ്റെ മെയിൻ്റനൻസിനും കൂടി ഉള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പ്രൊജക്റ്റ് ഓണാക്കാൻ. അല്ലാതെ സീവേജിൻ്റെ ഫണ്ട് മാത്രം കൊടുത്ത് സീവേജ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടോ കാര്യമില്ലല്ലോ. എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്താ വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം നമ്മളുണ്ടല്ലോ, ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാട്ടിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മിഠായി വെച്ചിട്ട് ആ കവർ അവിടെ തന്നെ ഇടുക, ഐസ് വാങ്ങിയിട്ട് ആ ഐസിൻ്റെ സിപ്പപ്പിൻ്റെ കവർ അവിടെ തന്നെ ഇടുക, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഒരുവിധം എല്ലാവരും. ഇപ്പം നമ്മളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ അടിപൊളി എന്നുള്ള രീതിയിൽ പറയില്ല, പക്ഷേ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഫസ്റ്റ് മാറേണ്ടത്. എല്ലാവരും ഇപ്പോൾ മെയിൻ്റനൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് UK പാരീസിലൊക്കെ പല സ്ട്രീറ്റുകളിലും നമ്മൾ കാണും ഇന്ത്യൻ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളാ ഒരു സ്റ്റൈലിലേക്കാണ് മാറ്റി. ശരിക്കും പാരീസ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകളൊക്കെ വിസിറ്റ് ചെയ്യാനും ടൂറിസ്റ്റ് പ്ലേസൊക്കെ ആയിട്ട് ഭയങ്കര അത്രയും ഒരു
ആളുകളൊക്കെ ഒരു എന്താണ് വിഷ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വരുന്നു, നമ്മളെ ഈ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ വരുന്നു, അവരത് മൊത്തത്തിൽ അത് നമ്മളൊരു ലെവലിലേക്ക് അങ്ങോട്ട് മാറ്റുകയാണ്. മനസ്സിലായോ? അല്ല ഇത് പറയുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ എന്ന് പറയുമോ, അപ്പോൾ നമ്മൾ ഫൈസൽ കഴിഞ്ഞ ഒരു എപ്പിസോഡ് പറഞ്ഞിരുന്നു നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം പല കാര്യങ്ങളിലും ബേസിക് ലെവലിൽ ചേഞ്ച് ചെയ്യാനുണ്ട് എന്നുള്ളത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന സാധനമാണ് ജപ്പാൻ എന്ന് പറയുന്ന കൺട്രി ഭയങ്കര ക്ലീനസ്റ്റ് കൺട്രിയാണെന്ന് പറയുന്നത്. പക്ഷേ 2022 ഡാറ്റ വെച്ച് ജപ്പാൻ അല്ല ഡെൻമാർക്ക്, ഫിൻലാൻഡ് അങ്ങനെ കുറച്ച് കൺട്രീസ് ലിസ്റ്റ് വരുന്നത്. പക്ഷേ ജപ്പാൻ എപ്പോഴും നോക്കി കാണുമ്പോൾ ക്ലീനസ്റ്റ് കൺട്രിയാണ്. പക്ഷെ ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ ആൾക്കാർ വന്നിട്ട് പറയും ജപ്പാനിലും കുറേ സ്ഥലങ്ങളുണ്ടോ, ക്ലീൻ അല്ലാത്ത സ്ഥലങ്ങളുണ്ടോ, വൃത്തിയായിട്ട സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുക. മെജോറിറ്റിയും ക്ലീനസ്റ്റ് ആണ്. എന്നാലും ഇങ്ങനത്തെ ഫോട്ടോസ് കിട്ടും. ഇപ്പോൾ ഗൂഗിൾ തപ്പേ തന്നെ ക്ലീനസ്റ്റ് അല്ലാത്ത വളരെ മോശപ്പെട്ട രീതിയിലുള്ള ജപ്പാനിലെ സ്ഥലങ്ങൾ കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് 80-90% ആയിരിക്കും ഏകദേശം അവിടുത്തെ നമ്മൾ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ക്ലീനസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്കൂൾ സിസ്റ്റം പ്രൈമറി സ്കൂളിങ്ങിൽ കുട്ടികളാണ് അവരുടെ ക്ലാസ് റൂംസും ഈ അവരുടെ ടോയ്ലറ്റുകൾ, വിൻഡോ ജനൽസ്, സ്കൂളിലെ വിൻഡോ ജനൽസ് വരെ തുടക്കുന്നത് ക്ലീൻ ചെയ്യണം. ജാനിറ്റേഴ്സ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു മുട്ടായി കിട്ടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു പേപ്പർ, നമ്മൾ ചിത്രം വരച്ചതിൻ്റെ ബാക്കി പേപ്പർ നമ്മളത് ക്ലാസ് റൂമിൽ ഇട്ട് പോയാൽ അന്ന് ഉച്ചക്കോ അല്ലെങ്കിൽ അതിന് ക്ലാസ്സിന് ശേഷം ഇവർക്ക് ലാസ്റ്റത്തെ കുറച്ച് ടൈം ഇത് ക്ലീനിങ് സമയമാണ്. അപ്പോൾ കുട്ടികൾ തന്നെ വേണം ഇത് ക്ലീൻ ചെയ്തിട്ട് പോകാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു പേപ്പർ ഇടുമ്പോൾ നമ്മളത് ആലോചിക്കും, ഓക്കെ ഇത് ക്ലാസ് കഴിഞ്ഞ് ഞാൻ തന്നെ പെറുക്കണല്ലോ, ചിന്തിക്കൂലേ? അപ്പോൾ നമ്മൾ തന്നെ പെറുക്കണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ ബിന്നിൽ കൊണ്ടുപോയിടും. ഇല്ലല്ലേ? അപ്പൊ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് എടുക്കാന്ന് വേണമെങ്കിൽ നമുക്ക് അതാണ് അത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ആ രീതിക്കാണ്. ഇപ്പൊ നമ്മള് വേൾഡ് കപ്പിന് കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഏതൊരു കളി ആയിട്ട് നോക്കുക, ജപ്പാന്റെ ഒരു കളിക്ക് ശേഷം ഫാൻസ് അവിടെ നിന്നിട്ട് സ്റ്റേഡിയം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് ഇവര് പോകുന്നത്. അത് അവർക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ മാച്ചിൽ ഒരു ജയിച്ചിട്ടൊന്നും ആയിരുന്നില്ല തോന്നുന്നു, തോറ്റ കളിയാണെങ്കിലും അതും വളരെ നിർണായകമായിട്ടൊരു കളി. മറ്റേ ജർമ്മനി ആയിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ പോയ ജർമ്മനി ജയിച്ചതാണ്. അല്ല ഏതൊരു തോറ്റ കളിയിൽ പോലും അവർ നിങ്ങൾ അതേപോലെ ജപ്പാനിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയില് ആ ക്യാമറ താഴോട്ട് വെള്ളത്തില് താഴോട്ട് ഇടുമ്പോ നല്ല മീനുകളെ കാണാം. നല്ല മീൻ എന്ന് പറഞ്ഞാൽ നല്ല അക്വേറിയത്തിലൊക്കെ എടുത്ത മത്സ്യങ്ങള് ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റത്തില് ഫോണ് വാട്ടർ പ്രൂഫുള്ള ഒരു ക്യാമറ താത്തിയപ്പോ അതില് കാണുന്നു. അതേപോലെ അവരെ കുറെ സിസ്റ്റംസ് ഉണ്ടല്ലോ. ഇപ്പൊ ലൈക്ക് അവിടുത്തെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളത് തോന്നുന്നു അല്ലേ? ചില ഗ്രാമങ്ങളിലൊക്കെ ലൈക്ക് നല്ല വയസ്സായ 100 ഒക്കെ കഴിഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാരുള്ള രാജ്യമാണ് ജപ്പാൻ. റൂൾസ് ഒക്കെ വളരെ വൃത്തിക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോ നമ്മളുണ്ടാവില്ലേ ഈ സ്റ്റെപ്പ് മേലെ കയറുമ്പോൾ ഈ മെട്രോന്റെ അവിടെ ഒക്കെ പോകുമ്പോൾ മേലോട്ട് പോകാൻ ഒരു സ്റ്റേഷനിൽ താഴോട്ട് വരാനുണ്ട്. അത് എത്ര തിരക്കുള്ളതാണെങ്കിലും അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരിക്കലും പോകൂല. അതിന്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഇപ്പുറം സൈഡ് ഫുള്ള് കാലിയായിരിക്കും. റോഡിലൂടെ കാർ പോണ പോലെ അങ്ങോട്ട് പോകാനുള്ള ആദ്യ വഴി തന്നെ നടന്നു പോകും. എത്ര ബാക്കിൽ ആൾക്കാരെ ക്യൂ ഉണ്ടെങ്കിലും അവർ അതിലുണ്ട്. ഇപ്പം അവരുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഫോർ എക്സാമ്പിൾ അവരിൽ ഞാൻ മനസ്സിലാക്കി കൂടുതൽ പേര് എന്തോ ബുദ്ധിസം പോലത്തെ ഒരു ലൈക്ക് ബുദ്ധിസം അങ്ങനെ ഒരു റിലീജിയൻ, അവരുടെ റിലീജിയൻ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവരുടെ റിലീജിയനിൽ ഈ വേസ്റ്റ് എന്താ നമ്മൾ സ്വയം വൃത്തിയാവൂല, വേസ്റ്റിന്റെ കാര്യമില്ല, സ്വയം വൃത്തിയായിട്ട് നടക്കുന്നത് വളരെ പ്രയോറിറ്റി നമ്പർ 1 ആയിട്ട് എന്തോ കണക്കാക്കുന്ന ഒരു സംഭവമാണ് അവർ വിശ്വസിക്കുന്ന മതത്തിൽ. മെജോറിറ്റി ബുദ്ധിസം അങ്ങനെ എന്തോ ഒരു ഹൈജീൻ കേട്ടത്. അപ്പോൾ അതെനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്നാലും അവരുടെ റിലീജിയൻ എന്തോ ആയിക്കോട്ടെ, അതിൽ ആ പ്രയോറിറ്റി 1 സെൽഫ് ഹൈജീനും നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മൾ നിൽക്കുന്ന സ്ഥലം, ഇതൊക്കെ ഹൈജീനിക് ആയിട്ട് കൊണ്ട് നടക്കുന്നതിലാണ് അവരുടെ റിലീജിയനിൽ തന്നെ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവത്തിൽ അങ്ങനെ ഉണ്ടാകും, സ്വാഭാവികം നമ്മളത് ഫോളോ ചെയ്യും. അപ്പോൾ അതും പിന്നെ പ്ലസ് അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ അപ്പോൾ അതിനോട് കുറച്ചും കൂടി സാമ്യമുള്ള രീതിയിൽ ആയി വന്നു. അങ്ങനെയൊക്കെയാണ് അവരത് അച്ചീവ് ചെയ്തത് ഞാൻ മനസ്സിലാക്കണത്. ഈ കോവിഡിന്റെ മുമ്പ് ഞാൻ ഈ മാസ്ക് ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ ജപ്പാനിലുള്ള ആൾക്കാരാണ്. ഞാൻ പിന്നെ ഈ ഖത്തർ അഹമ്മദ് എയർപോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവരുണ്ടാവും മാസ്ക് ഇട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അന്നിങ്ങനെ ആലോചിക്കും, എന്തിനാ അവർ മാസ്ക് ഇട്ട് ഇങ്ങനെ നടക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ, ജസ്റ്റ് 1-2 ആൾക്കാരില്ല, ഇവരൊരു ടീം ഓഫ് പീപ്പിൾ ഇങ്ങോട്ട് വന്നിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട്. പിന്നെ കൊറോണ, അതും എങ്ങനത്തെ മാസ്ക് അറിയാം, നമ്മളെ മറ്റേ എന്താണ് N95 ആ മാസ്കാണ് അവരിട്ടിരുന്നത്. ജസ്റ്റ് നമ്മളെ നോർമൽ മാസ്ക് അല്ല. അപ്പോൾ അതിട്ടിട്ട് അവർ എയർപോർട്ടിൽ വരുന്നു. പിന്നെ ഞാൻ കൊറോണ കഴിഞ്ഞ ശേഷമാണ് മനസ്സിലാക്കിയത് ലൈക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് അവർ അന്നോ കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലിപ്പോൾ
ഈ എന്താ പറയുക ഹൈജീനിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഭയങ്കര മോശമാണ് സത്യം പറഞ്ഞാൽ. നമ്മളടക്കം എനിക്ക് തോന്നുന്നത് അതിന് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ലൊരു പിന്നെ ഇതുണ്ട്, അതിന് റോളുണ്ട് ആ കാര്യത്തിൽ. അല്ല ഇപ്പൊ നമ്മളെ സ്കൂളിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നോ? അവരുടെ അനുഭവങ്ങൾ എന്താ? ഇല്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല നമ്മളാരും ഇത് ചെയ്ത് ശീലിച്ചിട്ടില്ല. അതെ, ഉണ്ടോ? പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാർ പാരന്റ്സ് ആയി വരുന്നു, സെയിം ആ ഒരു സെയിം സൈക്കിൾ തന്നെ മക്കള് കണ്ടുപിടിക്കുക. ആഡ് ഓൺ ചെയ്യാൻ എന്താണെന്ന് അറിയോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലേ, ഫസ്റ്റ് ഡെൻമാർക്ക്, സെക്കൻഡ് ഫിൻലാൻഡ്, പിന്നെ അങ്ങനെ ലിസ്റ്റ് വരുന്നത്. ഇതിൽ ഏറ്റവും ലാസ്റ്റ് 180ാമത്തെ റാങ്ക് ഇന്ത്യയാണ്. വേൾഡിലെ ഏറ്റവും എന്താണ് ഡേർട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഹൈജീൻ അല്ലാത്ത സിറ്റിയിലെ 10 സിറ്റികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 7-8 സിറ്റികൾ ഇന്ത്യ. ഇത് പറയുമ്പോൾ നമ്മൾ 180ാമത്തെ റാങ്കാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇതിന് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് പോപ്പുലേഷനിൽ സെക്കൻഡാണ്, പിന്നെ അങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിനുണ്ട്. ഇന്ത്യ അങ്ങനെ ആവാനും പല കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്കിത് പൊക്കാൻ പറ്റും. നമ്പർ 1 ആവാൻ പറ്റിയില്ലെങ്കിലും എക്സ്റ്റെൻഡ് വരെ ഇതിന് പറ്റും. ഒരിക്കലും നമ്പർ അല്ലേ ഇതിന് ഞാൻ ഈ പറഞ്ഞ 150 ആവാന് വേസ്റ്റില് ഇന്ത്യ പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ടും ഇവൻ പറഞ്ഞ പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുമ്പോഴും അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഈ നമ്പർ 1 ആവുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും 150 എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എടാ നമ്മളൊരു പൂർ കൺട്രി ഒന്നുമല്ല. നമ്മളെ എന്താ പറയാ രാജ്യത്ത് പെർ ക്യാപിറ്റ ഇൻകം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിലൊക്കെ എക്കണോമിക്കലി നല്ല മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. 4ാമത്തെ അല്ലേ നമ്മള് 4ാമത്തെ ടോപ്പ് കൺട്രിയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ആളുകളില്ലായിട്ടാണോ? അല്ലല്ലോ, അവിടുത്തെ ആളുകൾക്ക് അത് അവരെ മേലൊരു ഫൈന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഗുലേഷൻ വന്നതിന് ശേഷം ആളുകൾ മാറി. ഇപ്പം ഇൻഡോറാണ് ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി തോന്നുന്നുണ്ട് ഇന്ത്യയിൽ, മധ്യപ്രദേശിൽ. അപ്പോൾ അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റാണ്. ഒരു വേസ്റ്റ് മൊത്തം കളക്ട് ചെയ്യുന്നു, അതേപോലെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് വേസ്റ്റ് റീസൈക്ലിങ്ങിന് പോകുന്നു, മറ്റൊരു ഗ്രൂപ്പ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഫില്ലിംഗ് പോലത്തെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റുകൾ അങ്ങനെ പോകുന്നു, മറ്റ് വേസ്റ്റുകളൊക്കെ ഈ CNG ഇങ്ങനത്തെ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഓഫ് കോഴ്സ് ചിലവും കാര്യങ്ങളാണ്. പക്ഷേ ഇത് പിന്നീടുള്ള ഒരു ജനറേഷന് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഹ്യൂമൻ ഇപ്പോൾ ഡൽഹിയൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും എയർ പൊല്യൂഷൻ കൂടിയ എയർ പൊല്യൂഷൻ വേൾഡിലെ ടോപ്പിൽ വരുന്ന സിറ്റികളാണ്. പക്ഷേ എയർ പൊല്യൂഷൻ്റെ പറഞ്ഞു എയർ പൊല്യൂഷന്റെ കാരണം എന്താ വെച്ചാൽ ആളുകൾ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. എയർ പൊല്യൂഷന്റെ കാര്യത്തിൽ വേറെ ഒരു കാര്യം പറയാനുള്ളത്, പോളണ്ട് എയർ പൊല്യൂഷന്റെ ടോപ്പ് 10 ഉണ്ട്. പക്ഷെ പോളണ്ട് എന്തുമാത്രം ഹൈജീനാണ്, എയർ ക്വാളിറ്റിയുടെ. അതെ, അതേപോലെ റിഫൈനിങ് ഓയിൽ ഇൻഡസ്ട്രീസും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. കോളിന്റെ മൈനിങ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ ഡൽഹിന്റെ ഒക്കെ എന്ന് വെച്ചാൽ ഡൽഹി സിറ്റിയാണ്. സിറ്റി ഒരിക്കലും ഇൻഡസ്ട്രീസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു സിറ്റി സെന്ററിൽ. അതിപ്പോ കാറുകളിൽ നിന്നും മറ്റ് വെഹിക്കിൾസിൽ നിന്നും എമിഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആളുകൾ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കണതാവാം. വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കണതിലൊക്കെ നമ്മൾ വളരെ മുന്നിലാണ്. നമുക്കതൊരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ സ്ട്രീറ്റിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞി പെട്ടി കടകളൊക്കെ ഉണ്ടാവല്ലോ, ഓരോ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ഇട്ടിട്ട് കത്തിക്കുക ചെയ്യുക. പല സ്ട്രീറ്റുകളിൽ നമ്മൾ രാത്രിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഹൈജീൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ നമ്മളെ ഈ ഡൽഹി എന്നല്ല നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ഫുഡായിട്ട് മറ്റേ പാനിപൂരി മറ്റേ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അതിൻ്റെ കമൻറ്റ് വായിച്ചിട്ടില്ലേ? അത്രയും അൺഹൈജീനിക്. അത് കൈ വെച്ചിട്ട് കഴിക്കണോണ്ടല്ല, ചിലപ്പോൾ നിങ്ങൾ പറയാൻ പറ്റുന്ന അതായിരിക്കും. കൈ വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഹൈജീൻ അല്ല. ഫോറിനേഴ്സ് കമന്റ് ചെയ്യുന്നത് നമ്മളെ ഭക്ഷണത്തിന്റെ കോലും അത് സെർവ് ചെയ്യുന്ന രീതിയും കണ്ടിട്ടാണ് അവര് കമന്റ് ചെയ്യുന്നത്. അതെ, കൊൽക്കത്തയിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്, അത് സെർവ് ചെയ്യുന്ന ചെങ്ങായി ഉണ്ട് ആ സ്ട്രീറ്റില്. അയാളെ മടിയിലൊക്കെ വെച്ച് ലൈക്ക് അവിടുത്തെ ആൾക്കാർക്ക് അയാളത് മതി, അയാൾ വലിയ ഡിഷാണ് അത്. പക്ഷെ പുറത്തുനിന്ന് ഒരാളിത് കാണുമ്പോൾ ലൈക്ക് വൊമിറ്റ് ചെയ്യുന്ന ഇമോജിയും കാര്യങ്ങളൊക്കെ വരും. എന്താ വെച്ചാൽ ആൾക്കാര് ഒരു നല്ല ഹൈജീനായ ഒരാള് ഒരിക്കലും ആ വീഡിയോ കാണുമ്പോൾ ഇത് നല്ല ഫുഡാണെന്നൊന്നും പറയില്ല. എത്ര ട്രോളപ്പെടുന്ന ഒരു സംഭവമാണിത് ഇങ്ങനത്തെ. എനിക്ക് വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് സംഭവം ശരിയാണ്, ഭയങ്കര മോശമാണ്. നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ മെച്ചപ്പെടേണ്ട ഒരു ഗ്രോത്ത് ലെവൽ ഇങ്ങനെയല്ല, കുറച്ചും കൂടി ഈ കാര്യത്തില് കേരളത്തിന് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യാം. മൊത്തം ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ കേരളം ഡെഫിനറ്റ്ലി മച്ച് മോർ ബെറ്റർ ആണ് കമ്പയർ ടു ഇന്ത്യ.
പൊട്ടക്കുളത്തിലെ തവള എന്ന രീതിയിലൊക്കെ അല്ല ഞാൻ പറഞ്ഞില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് കേരളം വിട്ട് പോകുമ്പോ ശരിക്കും ഇട്ട് വേർക്കും, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ. നമ്മൾ ഈ ഡൽഹിക്ക് നോർത്തുക്കോ പോയി കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ എൻ്റെ അമ്മ, ഒന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ മതി, റോഡ് ഫുള്ളും ഇങ്ങോട്ട് വെള്ളം, ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം അല്ലേ. നമ്മളിങ്ങനെ നാളെ നമ്മള് ഗുഡ്ഗാവ് പോയപ്പോൾ ഓഫീസിക്ക് നടന്ന ആ ഷൂസും ഫോർമൽ ഷൂസും കാര്യങ്ങളിട്ട് ആ വെള്ളത്തിൽ കൂടെ എങ്ങനെ പോകണം. അപ്പൊ നമുക്ക് ആ ശരിക്കും വ്യത്യാസമില്ല നമ്മള് കേരളം. ഞാൻ ഇങ്ങനത്തെ ഈ കണ്ടന്റ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലായാലും ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ കമന്റ് കാണുമ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ പറയാം. കമന്റ് കാണുമ്പോൾ നിങ്ങള് ഇതൊക്കെ മാറിയടോ, ഇതൊക്കെ കുറെ മാറി, നമ്മൾ കുറെ ഗ്രോ ആയി, അവിടെ നോക്ക് ഇവിടെ നോക്ക് എന്ന് പറയും. പക്ഷെ ഈ പേസിൽ ഗ്രോ ആയാൽ മതിയോന്ന് ഞാൻ ചോദിക്കണേ. എന്റെ ആഗ്രഹം എന്താ, നമ്മളെ ജനറേഷനിലെങ്കിലും എനിക്കെങ്കിലും ഇത് കാണാൻ പറ്റണമെന്നില്ലെന്നാണ്. അതായത് ഇന്റെ കഴിഞ്ഞ 2-3 ജനറേഷൻ കഴിഞ്ഞ് കേരളം ജപ്പാൻ പോലെ ആയിട്ട് എനിക്ക് അങ്ങനെ കാണണ്ട. എനിക്ക് എന്റെ ജനറേഷനിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ ആഗ്രഹം ഇല്ലതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയണേ. അല്ലാതെ ഗ്രോത്ത് റേറ്റ് ഇത്ര പെർസെന്റേജ് വെച്ച് ഇത്ര കൊല്ലം വെച്ച് കൂടുണ്ട്, അത് നോക്കുന്നു പറഞ്ഞ കാര്യമില്ല. അതാണ് എന്റെ ആഗ്രഹമാണ് ഞാൻ പറയണത്, മനസ്സിലായില്ലേ? കാണാനുള്ള ആഗ്രഹമാണ്. അതെ, ശരിക്കും കേരളം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇസ്തറ്റിക് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നാച്ചുറലി ഭയങ്കര ആ ഒരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിഫ്റ്റഡ് പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമ്മൾ കേരളം മറ്റ് സ്റ്റേറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വൃത്തിയുള്ളതാണെങ്കിലും നമ്മളെ ഇപ്പോൾ കൊച്ചിയിൽ ഈ കടലിൻ്റെ തീരത്ത് കണ്ടിട്ടില്ലായിരുന്നു നാളെ ആളുകൾ വേസ്റ്റ് കളയുന്ന ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസും പിന്നെ ഒരുപാട് വേസ്റ്റ് കവറ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് മറ്റേ കുഞ്ഞു മക്കളുടെ ഡയപ്പേഴ്സ് ഇല്ലേ, യാത്ര പോണതിൻ്റെ ഇടയിലൊക്കെ അയച്ചിട്ട് അതുകൊണ്ട് കളയുക ചെയ്യാം. മൂത്രമൊക്കെ ഇതായി കഴിഞ്ഞാൽ അതൊക്കെ എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ഒട്ടും ഒരു എത്തിക്കാത്തൊരു സംഭവങ്ങളാണ്. എത്ര ടൺ ഓഫ് പ്ലാസ്റ്റിക് ഉണ്ട് കടലിൽ ഓരോ വർഷം പോകുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 2050 ആകുമ്പോഴേക്കും പ്ലാസ്റ്റിക്സ് മീനകാട്ടിലും എണ്ണത്തിന് എത്ര ഡബിൾ ആകും എന്നുള്ളതാണ്. അതെ, മൈക്രോ പ്ലാസ്റ്റിക്സ് ഫിഷുകൾ കഴിക്കുന്നു അതിന്റെ ഭാഗം തന്നെയാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് ബോട്ടൊക്കെ നിൽക്കണവരെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകും. അതിനൊരു റെയിലുണ്ട്. ആ റെയിലിംഗ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വേസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് അതിൻ്റെ ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ കളക്ട് ചെയ്യുക. പിന്നെ അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് അടുപ്പിക്കുന്നു. ആ ബോക്സിലുള്ള കളക്ട് ചെയ്ത് ഫുൾ എടുക്കുന്നു, വീണ്ടും ആ സാധനം റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ മറ്റേ ആനന്ദ് മഹീന്ദ്ര CEO കമ്പനി ഓണർ മൂപ്പര് മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു കമൻറ്റ് ഇട്ടിക്കുക. എന്താ വെച്ചാൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ ഫണ്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട് ഈ ക്ലീനിങ്ങിൻ്റെ. പിന്നെ അവർ കണ്ടുപിടിച്ച ഓരോ വേസ്. പക്ഷെ അതൊന്നും ഡീപ് സീ ഒരുപാട് കാര്യങ്ങളൊന്നും പോണില്ല, അടുത്തുള്ള കുറേ ഭാഗത്തുള്ളത് എത്തുന്നത്. അതാണ് പ്രശ്നം. ഇപ്പൊ ഡീപ്സിന്റെ കാര്യങ്ങളിൽ നമ്മളടുത്തുള്ള വാട്ടർ ബോഡീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതേപോലെയുള്ള വേസ്റ്റുകൾ ഒഴിച്ചു. ഇപ്പൊ നമ്മള് തോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ കുളിക്കാൻ ഇറങ്ങിയാൽ തന്നെ നമ്മൾ കാണാം പല ആളുകളും വേസ്റ്റ് കെട്ടിയിട്ട് അതിലിട്ടത് നമ്മളിങ്ങനെ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴുകി. പിന്നെ യൂറോപ്പില് ഇവിടെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ പറ്റില്ല എന്നല്ലേ, പക്ഷെ നമ്മളെ നാട്ടിൽ നോക്ക് പുഴയിലും എല്ലായിടത്തും പറ്റില്ല. നമ്മൾ അപ്പളാ അറിഞ്ഞത് ഇങ്ങനെ പറ്റില്ല എന്നുള്ളത്. അല്ല, ഇതിപ്പോ സത്യം ഹ്യൂജ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ആണ്. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിലും നമ്മൾ കഴിഞ്ഞ സ്റ്റാർട്ടപ്പിന് ഇതൊക്കെ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ട് എന്നുള്ളത്. നമ്മള് ബേസിക് ആയിട്ട് മാനേജ്മെന്റിന് അതെ ഇതിപ്പോ ഇവിടെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ $multi-billion ഇൻഡസ്ട്രിയാണ്. അതെ, അല്ല ഇവിടെ നമ്മളെ അപ്പാർട്ട്മെന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വേസ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ്. അതിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ റെന്റിന് പുറമെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓരോ അപ്പാർട്ട്മെന്റിനും വേസ്റ്റ് കളക്ട് ചെയ്യാനും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിൽ മെയിനിലൊരു പങ്ക് വേസ്റ്റിന് വരുന്നുണ്ട്, വേസ്റ്റ് സെഗ്രിഗേഷന് വരുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ആര് ഒരു പുതിയ വീട് എടുത്ത് കോൺട്രാക്ട് ചെയ്തുമ്പോഴും റെന്റ് ഇത്ര എമൗണ്ട് പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് റെന്റ് ഒരു ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. ആ റെന്റ് പോകുന്നത് വേസ്റ്റ് സെഗ്രിഗേഷൻ ആണ്. അതൊരു ഇമ്പോർട്ടന്റ് കാര്യം. ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അവർ ബിൽഡ് ചെയ്തത്, അത് നല്ല ഫ്ലോയില് പോയിക്കൊണ്ടിരിക്കുക. ഈ വേസ്റ്റ് മാനേജ്മെന്റ് അത് നിൽക്കുന്നൊരു ടൈമുണ്ട്. ക്രിസ്മസിൽ ലീവ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന ആ റൂം ഫുള്ളായിട്ടുണ്ടാവും. ചിലപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു 2-3 ദിവസം നിൽക്കാൻ പറ്റില്ലത്. നിന്നാ നിന്നാ പിന്നെ ആകെ വേസ്റ്റായി. അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കണം. അതിലാണ് അവർ സക്സസ് ആയത്. ഇപ്പോൾ തക്കു നേരത്തെ പറഞ്ഞ പോലെ GDPയുടെ കണക്ക് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇന്ത്യയിലേറെ എത്രേ താഴെ നിൽക്കുന്ന കൺട്രീസാണ് ഇപ്പോൾ കുറേ ഈ തജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൻ്റെ ഇതിലേറെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റിയ ഈ കൺട്രീസാണ് തജക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഇങ്ങനത്തെ കൺട്രീസൊക്കെ.
ഇറാന്, എന്ത് വൃത്തിയാ അവിടെയൊക്കെ. അവരിപ്പോഴും പഴയ അവരെ ആ ഒരു ട്രഡീഷണൽ ബിൽഡിങ്സ് ആയാലും ആ ഒരു ഹെറിറ്റേജും എല്ലാം കീപ്പ് ചെയ്തിട്ട് തന്നെ അവർ എന്താ പറയുക ഇത് ചെയ്യുന്നുണ്ട്. ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ബിൽഡിങ്സിൻ്റെ ആർട്ടും എല്ലാം ആയാലും അത് ശ്രദ്ധിച്ചിട്ടുള്ള വായിച്ച് ഇപ്പോൾ ഇറാനത്തെ കാര്യമൊക്കെ ആലോചിക്കാണെച്ചെങ്കിൽ തന്നെ മനസ്സിലാവും നമുക്ക്. ലൈക്ക് അവരെ പഴയ ആർട്ടൊക്കെ അതുപോലെ ഒന്നും. ഇപ്പം നമ്മളെ നാട്ടിലൊരു മതിലിൽ പണ്ടൊരാൾ വരച്ച എന്തെങ്കിലും ചിത്രം ഉണ്ടെങ്കിൽ അതിമൊക്കെ തുപ്പി മറ്റേ എന്താ പറയുക ഈ വെറ്റില അടക്കം മുറുക്കി തുപ്പിയുണ്ടാവും. ഈ ഒരു സംഭവമാണ് യു കെയിൽ ഒരു മതിലിമൊപ്പം എഴുതി വെച്ചിട്ടാണ് ഇവിടെ മുറുക്കി തുപ്പരുത് ഇന്ത്യക്കാർ തുപ്പിയിട്ട്. കുറച്ച് മുന്നാണ് നമ്മളെ നാട്ടിലൊക്കെ സിഗരറ്റ് കുറ്റി റോട്ടിലിടരുത് നിയമം വന്നാലേ ഇപ്പൊ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യില്ല. പണ്ട് തിയേറ്ററിൽ പോയാലും ബസ് സ്റ്റാൻഡിലൊക്കെ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്തിരുന്നു. ആ നിയമം മാറി അല്ലേ. ഇപ്പൊ ഇവിടെ പബ്ലിക്കായിട്ട് സ്മോക്ക് ചെയ്യാൻ പറ്റില്ല, നല്ല ഫൈനാണ്. അതേപോലെ മാറ്റാവുന്ന കേസുള്ളതൊക്കെ ഇപ്പൊ ഒരുപാട് സമയം എടുക്കണ്ട. അതെ. അല്ല, സ്വീഡനിലൊക്കെ ഒരു കാലത്ത് ഇങ്ങനത്തെ ഈ എനർജി ഡിപ്പെൻഡൻസി അധികം ഉണ്ടായതുകൊണ്ട് 1970 വന്നത്. അതായത് ഇവർ വേസ്റ്റ് വെച്ചിട്ട് പിന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഈ വേസ്റ്റ് വെച്ചിട്ട് തന്നെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ഇങ്ങനത്തെ ബയോമാസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലത്തെ വേറെ ഫ്യൂൽസും കാര്യങ്ങളെല്ലാം ഇതാക്കാൻ. ഇപ്പൊ സ്വീഡനൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ വലിയ രീതിക്ക് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതെ, സ്വീഡൻ. നിങ്ങൾ യൂറോപ്പിൽ പോയ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വൃത്തിയായി തോന്നിയ രാജ്യങ്ങൾ ഏതൊക്കെ? സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ അടിപൊളിയാണ് ആ കാര്യത്തില്. ഡെൻമാർക്ക്, നോർവേ. ഞാൻ നോർവേ പോയിട്ടില്ല. ഡെൻമാർക്ക് പോയപ്പോൾ, കോപ്പൻഹാഗനൊക്കെ പോയപ്പോൾ ശരിക്കും അത്രയും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഹെൽത്ത് സിസ്റ്റം ആണെങ്കിലും നല്ല രീതിക്ക് ടാക്സ് ഉണ്ട് അവിടെ. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് എങ്ങനെ? സ്വിറ്റ്സർലാൻഡ് അത്യാവശ്യം വൃത്തിയാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡെസ്റ്റിനേഷൻ ആണ്. അവിടെ അത്രയും ടൂറിസ്റ്റുകൾ ഡെയിലി വന്നു പോകുന്നുണ്ട്. എന്നിട്ട് അത് അത്രയും ഇപ്പൊ ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർ അത്ര ഡെൻസിറ്റി ഉണ്ടാവില്ല. പക്ഷെ അവിടെ വന്നു പോകുന്ന ആൾക്കാർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ഡെൻസിറ്റി പോപ്പുലേഷൻ അവിടെ വന്നു പോകുന്നുണ്ട്. അല്ലേ, മനസ്സിലായില്ലേ? എന്നിട്ടും അത് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ഞാൻ പറയാം, ഒന്നാമത് അത് തിരിഞ്ഞാലും പറഞ്ഞാലൊക്കെ കാടാണ്, മരങ്ങളാണ്, ആരും മോണിറ്റർ ചെയ്യാൻ പോലും ഇല്ല. ഇപ്പൊ നമ്മളെന്നെ പോയപ്പോ കണ്ടില്ലേ, നമ്മള് എവിടേക്കോ കയറി കടന്നു. അപ്പൊ അവിടെ ഒന്നും ആരും മോണിറ്റർ ചെയ്യാൻ പോലും ഇല്ല. നമ്മളെന്താ ചെയ്യുന്നത്, എന്താ കാട്ടുന്നത് നോക്കാനൊന്നും ആൾക്കാരില്ല. പക്ഷെ എന്നിട്ട് പോലും വൃത്തിയാണ്, എത്തിക്സ് ആണ്. അപ്പൊ എന്താ വെച്ചാൽ ഇതിൽ വേറെ പിയർ പ്രഷറും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളും അങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തോന്നൂല ചെയ്യാൻ, മനസ്സിലായില്ലേ? പിയർ പ്രഷർ ഉണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പിയർ പ്രഷർ കൊണ്ടുവരാൻ പറ്റും. അത് കുറച്ച് ആൾക്കാർ, ഇപ്പൊ ചില ആൾക്കാരല്ലോ ഞാനൊക്കെ നന്നായിട്ട് എന്താ കാര്യം, കുറച്ച് ആൾക്കാർ ചിന്തിച്ച എന്താ കാര്യം. അപ്പോൾ കുറച്ച് ആൾക്കാർ നന്നായാല് ആ സർക്കിളിലെ ഏതെങ്കിലും 1-2 ഫ്രണ്ട്സും കൂടി ഒക്കെ നന്നാവും. അപ്പോൾ ഓന്റെ സർക്കിൾ നന്നാവും. അങ്ങനെ ഒരു പിയർ പ്രഷർ വരുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ നടക്കും, മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്കും തോന്നൂലോ ഇവിടെ ഇപ്പൊ ഞാൻ എങ്ങനെ ഈ ഒരു കുപ്പി വെക്കുക, ഭയങ്കര ആരെങ്കിലും അങ്ങനെ തോന്നും നമുക്ക്. ആ ഒരു പിയർ പ്രഷർ കൊടുക്കാനെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണം. ഇപ്പൊ ബസ്സിനൊക്കെ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ ക്യൂവിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നമ്മളും നാട്ടിലൊക്കെ ചെയ്ത ആൾക്കാരാണ്, നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത്. പക്ഷെ ഒരാൾ ഇറങ്ങാനൊരു വേ കാണിച്ചു കൊടുക്കും, പിന്നെ കഴിഞ്ഞിട്ടുള്ള മറ്റാളുകൾ കയറാൻ. സ്കൂളൊക്കെ വിട്ടുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചാൽ ആളുകൾ ഇടിയും. ഇവിടെ ഇപ്പോൾ മെട്രോ ഫുൾ ആവാറുണ്ട്. നമ്മളെ മെട്രോയിൽ പോകുന്നവർക്ക് മനസ്സിലാവും, മെട്രോ ഫുൾ ആവാറുണ്ട്. എന്നാലും ഒരാളും അതിമ തൂങ്ങിച്ചാടി കയറി പോകാൻ നോക്കി അങ്ങനെയൊന്നും ചെയ്യില്ല. അടുത്ത വണ്ടിക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെർഫെക്റ്റായി. എനിക്ക് യൂറോപ്പിൽ തോന്നിയത് പാരീസിലുണ്ട് കുറച്ച് ഏരിയാസ്. പാരീസ്, റോമൊക്കെ കേട്ടിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പാലത്തിന്റെ അടിയിലൊക്കെ ആൾക്കാർ എന്തൊക്കെയാ ചുടുന്നത്. കൂടുതൽ ഇമിഗ്രൻസ് ആണ് ചെയ്യുന്നത് അവിടെ. ആകെ എനിക്ക് ചെന്നപ്പോ തന്നെ അതെ ഒട്ടും സേഫ് അല്ല. ആൾക്കാരൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോടുന്നൊക്കെ. ഇപ്പൊ ഒരു വീഡിയോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ എന്താ സൈഡിലെ ലഗേജ് കമ്പാർട്ട്മെന്റ് തുറന്നിട്ട് അതിൽ നിന്ന് ലഗേജ് എല്ലാം അവർ എടുത്തോണ്ട് പോകണം. അതായത് ഫ്ലിക്സ് ബസ്സിന്റെ താഴെയാണല്ലോ ഉണ്ടാവുക, ബോഡി ആ നടുവിലൊക്കെ ആയിട്ട് താഴെയാണ് വണ്ടി. സിറ്റി കൂടെ പോകണം, സിറ്റി കൂടെ ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോവാണ്. അത് തുറന്നിട്ട് അതിന് ലഗേജ് ഫുള്ള് എടുത്ത്. അതേപോലെ തന്നെ UK വരുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഫ്രാൻസിൽ നിന്ന് വരുന്ന കണ്ടെയ്നേഴ്സ് UK പോർട്ടിലൊക്കെ വന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറെ രാജ്യത്തു നിന്ന് വരുന്ന അത് തുറക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ട്രക്കിനൊക്കെ വെയിറ്റ് ചെയ്ത ആൾക്കാർ നിന്നിട്ട് ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ നിർത്താതെ പോവാം.
ഇതേപോലെ തന്നെ ഈ കൺട്രീസൊക്കെ മെക്സിക്കോ ലാറ്റിൻ കൺട്രീസിലൊക്കെ ഈ വൃത്തിയുടെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ കുറേയൊക്കെ അവർ പെർഫെക്റ്റ് ആണ്. ഞാൻ ബ്രസീല് അല്ല ഈ പറഞ്ഞ കൺട്രിയിലൊക്കെ ഇങ്ങനെ അത്ര വൃത്തിയില്ലാത്ത ഏരിയാസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയണത് മെജോറിറ്റി ഏരിയാസ് ഓഫ് ദ കൺട്രി ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞത് വിയോജിക്കണം എന്ന് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വിയോജിക്കാൻ പറ്റും. പക്ഷെ മെജോറിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഇതെന്താ പറയുക, വേസ്റ്റ് ഒരിക്കലും കുറയാൻ പോണില്ല. കാരണം ഞാൻ ആൾക്കാരുടെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഈ വേസ്റ്റും എക്സ്പോണൻഷ്യൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഇപ്പൊ സ്വീഡൻ ചെയ്തൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് ഇതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. സ്വീഡന്റെ വലിയൊരു ഭാഗം തന്നെ അവര് വേസ്റ്റ് നിന്നാണ് എനർജി ജനറേറ്റ് ചെയ്യണത്. അപ്പൊ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഈ കാര്യത്തില്. ഒരു ഇൻസിഗ്നേറ്റർ എന്ന സാധനം അറിയോ? അത് കത്തിക്കണം. ഇത് ഇൻസിനറേറ്റർ. ഇത് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ടൗണിലും ഇതിന്റെ 2 ടൗൺ അപ്പുറത്തെ 2 ടൗണിലും ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ് ഇതൊക്കെ നല്ലൊരു പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളെ അവിടുത്തെ പഞ്ചായത്തുകൾ കൊടുക്കുന്ന സംഭവമാണ്. കുറച്ച് കാലങ്ങൾ സാധനങ്ങൾ ആ ഏരിയയിലെ കടക്കാരൊക്കെ ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലക്കലാണ് ഇത് 2 സ്ഥലത്തും ഞങ്ങൾ 2 ടൗണിലും ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ വന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ സാധനം ഇടും, അത് കത്തിച്ച് പുക പോവും. അങ്ങനെ കുറച്ചു കാലം അതവിടെ വർക്ക് ചെയ്തു. ഇപ്പൊ അത് തുരുമ്പിടിച്ച് കിടക്കുക. ഇപ്പൊ അതവിടെ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ കുറച്ചു കാലത്തിന് ശേഷം അത് അവിടെ തുരുമ്പിടിച്ച് ബയോഗ്യാസിന്റെ പ്ലാന്റ് ഒക്കെ ഒരുപാട് ഒരു കാലത്ത് ഒന്നും നിൽക്കണില്ല. അത് മെയിൻ്റെനൻസ് അതാണ് പറഞ്ഞു. ഞാൻ കണ്ടതിൽ വെച്ച് മനസ്സിലായത് തന്നെയാണ്. അതായത് ഇവിടെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആൾക്കാരും മെയിൻ്റെനൻസിന് അവര് ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കൊടുക്കാത്തത് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഈ മറ്റേതുണ്ടല്ലോ, നമ്മൾ മറ്റേ തൊഴിലുറപ്പേര് അവരൊക്കെ ഇപ്പോൾ ഒരുപാട് തോടും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ഇനീഷ്യേറ്റീവാണ്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് ലെവറേജ് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല ഇപ്പൊ ഈ ബയോഗ്യാസിന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അതായത് നമ്മളിപ്പോൾ പൊതുവെ നമുക്കുള്ളൊരു ചിന്താഗതിയാണ്, അതായത് നമ്മൾ അധികം ലൈറ്റ് ഇടാൻ പാടില്ല, എനർജി അധികം കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. സത്യമായ നല്ല ക്ലീൻ എനർജി സോഴ്സ് നിന്നാണ് നമുക്ക് എനർജി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ കുറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര നമ്മളെ കംഫർട്ടിനനുസരിച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊരു മിസ്കോൺസെപ്ഷൻ ആണ്. അതായത് നമ്മൾ റൂമിൽ പുറത്തു പോകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കണം. അത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇൻഡയറക്ട്ലി അത് ആ രീതിക്കുള്ള കാർബൺ എമിഷൻസ് കൂട്ടും, നമ്മളെ ഭൂമിക്ക് ദോഷം ചെയ്യുന്നുള്ള ചിന്താഗതി എന്നാണ് അങ്ങനെ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ എനർജിന്റെ അവൈലബിലിറ്റി നല്ല രീതിക്ക് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അതാണ്. പിന്നെ നമ്മളിങ്ങനെ റൂമിൽ നിന്ന് പുറത്ത് കയറുമ്പോൾ ലൈറ്റ് ഓഫ് ആക്ക്, ഫാൻ ഓഫ് ആക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെ അല്ലേ? അതേപോലെ കമ്പോസ്റ്റുകളൊക്കെ ഒരു കാലത്ത് ഒരുപാട് എല്ലാ വീടുകളിലും കമ്പോസ്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബയോഗ്യാസ് പ്ലാന്റ്, ചെറിയ ചെറിയ ബയോഗ്യാസ് യൂണിറ്റുകൾ കമ്പോസ്റ്റ് ചെയ്യുന്ന. പക്ഷെ അതൊന്നും ഈ ചാണകത്തിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടായിരുന്നില്ല, അതിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചില വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ നിർത്തിയത്. അല്ല ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു സബ്സിഡിയിൽ സാധനം കൊടുത്ത് നമുക്ക് തന്നെ നമ്മളെ ഫുഡ് വേസ്റ്റ് നമുക്ക് തന്നെ അതിലിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എല്ലാ വീട്ടുകാരും അതൊക്കെ ഒരു എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിക്കോണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്തിരുന്നില്ല. കാരണം അതിങ്ങനെ അതിനായിട്ട് നിൽക്കണമല്ലോ നോർമൽ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിനൊക്കെ പകരം ഇപ്പോൾ പഞ്ചായത്ത് ലെവലിലൊക്കെ ഒരു പോയിന്റിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളൊക്കെ നിർത്തി കഴിഞ്ഞാലൊക്കെ കുറച്ചും കൂടി ഒക്കെ പോസിബിൾ ആണെന്ന് തോന്നുന്നു. അങ്ങനെ പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. അങ്ങനെ ഒരു കളക്ഷൻ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് കറക്റ്റ് വർക്ക് ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അയൽവാസികൾ അത് ചെയ്യും. അങ്ങനെ പതിയെ പതിയെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ആ സിസ്റ്റം. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാനോ ഡിസ്പോസ് ചെയ്യാനോ ഒരു സ്ഥലമല്ല. എൻ്റെ നാട്ടിലൊന്നും അതില്ല. അതായത് സ്ട്രീറ്റിലൊക്കെ അല്ലേ നടക്കുന്ന റോഡിന്റെ റോഡില് വേസ്റ്റ് ഇടാൻ സ്ഥലം. ഇപ്പൊ വീട്ടിലാണെങ്കിലും നമ്മളെന്താ ചെയ്യാ, നമുക്ക് അങ്ങനെ ഒരു സ്ഥലമൊന്നും നമുക്കില്ലല്ലോ. നമ്മളിപ്പോ ഇപ്പൊ എന്തെങ്കിലും ഫ്രൂട്ട്സ്, പൈനാപ്പിൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തൊലിയും കാര്യങ്ങളൊക്കെ നമ്മള് എവിടെയെങ്കിലൊക്കെ ഇടും, കൃഷി എന്തെങ്കിലും ഇടും. ഈ പ്ലാസ്റ്റിക് കവറൊന്നും ഇടാൻ നമുക്ക് ഒരു ഓപ്ഷനും ഇപ്പോഴും ഇല്ല. നമ്മളതിങ്ങനെ കെട്ടി ഇപ്പൊ സാധനം വാങ്ങിക്കൊണ്ട കവർ കെട്ടി ഒരു സൈഡിൽ വെക്കും. പിന്നെ പോകുമ്പോ എപ്പോഴെങ്കിലും ഇതുണ്ടെങ്കിൽ കവർ എടുക്കും. അങ്ങനെ ചെയ്യാതെ കവറൊക്കെ നമ്മൾ മേടിച്ചിട്ടാവില്ലേ വർഷങ്ങളോളം. ഒരു ഈ ബിന്നുണ്ടല്ലോ, വേസ്റ്റ് ബിന്ന്, അത് എത്ര വീട്ടിലുണ്ട്?
എത്ര വീട്ടിലുണ്ടെന്ന് ആലോചിച്ച് നോക്കി. വേസ്റ്റ് ബിൻ വീട്ടിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഇത് ഡിസ്പോസ് ചെയ്യാൻ വേറെ സ്ഥലങ്ങളില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്ത് കളയാനൊക്കെ സ്ഥലം. ഇപ്പൊ എന്റെ പഞ്ചായത്തിലൊക്കെ ഒരു പ്ലാൻ ഉണ്ട്, ലൈക്ക് നമ്മൾ ഇങ്ങനെ വേസ്റ്റ് ബിന്നിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കവറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വന്ന് കളക്ട് ചെയ്യും. അങ്ങനത്തെ പക്ഷെ അതും പല സ്ഥലങ്ങളും പ്രോപ്പർലി എന്റെ ഉമ്മാന്റെ വീട്ടിലുണ്ട് സ്റ്റെപ്പ്. അപ്പൊ ഓരിങ്ങനെ എടുത്ത് സെറ്റപ്പ് ചെയ്ത് വെക്കുക ചെയ്യാം. പിന്നെ ആഴ്ചയിൽ പൈസ എന്തോ കൊടുക്കാം. ഗേറ്റിന്റെ മുന്നിൽ എല്ലാം കളക്ട് ചെയ്തിട്ട് അവിടെ വെച്ചാൽ ഓല് വരുമ്പോൾ ഇതൊരു പ്രൈവറ്റ് കമ്പനി ഏറ്റെടുക്കാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഈ പിന്നെ ഇത്ര മാസത്തിൽ ഇത്ര പൈസ കൊടുത്തിട്ട് എല്ലാ വേസ്റ്റും എടുത്തിട്ട് അവര് ഡിസ്പോസ് ചെയ്യുന്ന. അതെ അതെ, അങ്ങനെ ചെയ്യാൻ പറ്റും സിസ്റ്റത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോ ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്ന പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഇപ്പൊ നമ്മൾ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അതിങ്ങനെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ സിസ്റ്റത്തിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതേ നമുക്ക് ചെയ്യാറ്റുള്ളൂ. അല്ലാതെ പ്ലാസ്റ്റിക് ഒഴിവാക്കി വെച്ചാൽ, കാരണം നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്ലാസ്റ്റിക് ആണ് അല്ലേ? അതെ. അതുകൊണ്ട് ഇപ്പൊ പ്ലാസ്റ്റിക് ഒഴിവാക്കാന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. ലിമിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മള് ഇനി സ്കൂൾ തലത്തിൽ തന്നെ ഇത് പഠിപ്പിച്ചു തുടങ്ങണം കുട്ടികളെ. നമുക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ വീട്ടിലൊന്ന് നമ്മളോട് ചോദിക്കണം എന്തിനാ നമ്മളെ കളഞ്ഞത്, എന്തിനാണ് അവിടെ ഇടുന്നത്. അപ്പൊ നമ്മക്കും പിന്നെ നമുക്ക് ഇടുമ്പോ നമുക്ക് തോന്നും ഓക്കെ കുട്ടി നമ്മള് ചോദിച്ചു നമ്മളിത് ചെയ്യാ, അങ്ങനെ നമുക്കൊരു മാതൃകയാവാൻ തോന്നും. ആ രീതിക്കൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റണം. ഈ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ലൈഫ് ടൈമിലുള്ള ഡെയിലി ആക്ടിവിറ്റി എങ്ങനെ ആയിരിക്കണം, നമ്മളൊക്കെ ബ്രഷ് ചെയ്യണമെന്നും നമ്മളെ ബ്രഷ് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡയറി എഴുതുമ്പോൾ അതിലിങ്ങനെ എഴുതി ഇന്നൊരാള് ടോയ്ലറ്റ് യൂസ് ചെയ്യണം മുതൽ എല്ലാ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അത് നല്ലൊരു സ്റ്റാൻഡേർഡ് ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട് അവര്. ടോയ്ലറ്റിൽ പോകുമ്പോൾ എങ്ങനെ ചെയ്യണം, ബെഡ്ഷീറ്റ് എങ്ങനെ മടക്കി വെക്കണം, പിന്നെ എല്ലാ കാര്യങ്ങളും ഇസ്തിരി ഇടുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ എന്തെങ്കിലും ഉണ്ടാവും? നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ നിന്ന്? ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊക്കെ സൈഡിലൊരു വേസ്റ്റ് ബിൻ ഉണ്ട്, കുട്ടികൾ അതെങ്ങനെ എറിയാ. പിന്നെ വൈകുന്നേരം ക്ലാസ് പോകുമ്പോൾ ഓരോരുത്തരെ കൊണ്ടുപോയി കളയാം. അത് കൊണ്ടുപോയി കളയുന്നത് ഒരു കുണ്ടോ അങ്ങനെ എന്തെങ്കിലും സ്കൂളിന്റെ ബാക്കിൽ, അപ്പൊ അവിടെ അതന്നെ എല്ലാരും ചെയ്യുന്നത്. പിന്നെ വീക്കെൻഡ്സിൽ അവിടുത്തെ താത്ത വന്നിട്ട് കത്തിക്കുകയാണ്, അങ്ങനെ എന്തോ സെറ്റപ്പ്. പിന്നെ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് നമ്മളൊരു പുല്ലൊക്കെ പറിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് നടൂലേ ഒരു മരം നടന്ന് ചെയ്ത ജൂൺ 5-നോ? അതെ, അതെ, അന്ന് നമ്മളൊരു മരം നടും. ഇത്രേ ഉള്ളൂ നമ്മളെ. അല്ല, മരം നടനൊക്കെ നല്ലതായിരുന്നു, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നടാൻ നിൽക്കരുത്. എന്റെ മരമൊക്കെ ഒരുപാട് മരം നടന്നത് 5 നട്ടിട്ട് ബാക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസ ആക്കി മാറ്റണം. അല്ലാതെ നിങ്ങൾ നട്ട മരമൊക്കെ എന്തായി? ഞാൻ പണ്ട് പേരക്ക ഇട്ടിരുന്നിട്ട് പേരക്കന്റെ ഓരോ ആഴ്ചയിലും ഗ്രോത്ത് ഇങ്ങനെ ബുക്കിൽ എഴുതിയിരുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ അഡ്വാൻസ്ഡ് ആയി പോയി കുറച്ച് അന്നത്തെ കാലത്തിലെ. നമ്മളതൊന്നും ഉൾക്കൊള്ളാനായിരുന്നില്ല. നമുക്ക് മറ്റേ സ്കൂളിൽ നിന്ന് മറ്റേ ഇതിട്ടല്ലോ മഹാഗണിയോ, ഇന്ത്യ നല്ല വലുതായി. നല്ല വലുതായിട്ട് അവിടെ അടുത്തുള്ള പെരക്കതൊരു ഇതായി. അവരെ പെരമ്പൊക്കെ വളർച്ച കൂടിയപ്പോ പൊട്ടിച്ചാടുന്നായപ്പോ വെട്ടി. നിങ്ങളെന്താ കൊടുത്ത്? ഒന്നും കൊടുത്തില്ല, അതങ്ങനെ വളർന്നു പോയി. എനിക്കിങ്ങനെ സന്തോഷം നൈമ നോക്കുമ്പോ. ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് വിജയിച്ചത്. നമ്മളെ സാഫ് ബോയ് കുത്തിയിട്ടൊരു മരം അവൻ വീഡിയോ എടുത്തിരുന്നു. എന്ത് വലിപ്പം അതൊക്കെ വെച്ചിട്ടുള്ള മഹാഗണി. അതുപോലെ വേറെ കുറെ തൈകളുണ്ട്. വിറ്റൊന്നുമല്ല, തേക്കൊക്കെ കിട്ടിയവാസിക്ക് ഉപദ്രവമായപ്പോ ചെയ്യണോടാ. തേക്ക് കിട്ടിയിരുന്നു. ശരിയാ ശരിയാ, തേക്ക് കിട്ടിയവരുണ്ട്. തേക്ക് കിട്ടിയവരൊക്കെ കഴിച്ചിലായിട്ടുണ്ടാവും ഇപ്പോഴും. നെല്ലിക്കന്റെ മരമില്ലേനോ? ഞങ്ങൾക്ക് നെല്ലിക്കന്റെ മഹാഗണി മരണ്ടെങ്കിൽ അത് എടുത്തോളേണ്ടെന്ന് അറിയുമ്പോ. അത് ശരി. അങ്ങനെ നിങ്ങളൊക്കെ നട്ടിരുന്നില്ല അന്ന്? പിന്നെ ഞാൻ നട്ടിട്ടില്ല. ദുബായിലൊന്നും കിട്ടിയിരുന്നില്ല. ഞാൻ നട്ട് നോക്കിനു ഒരു തെങ്ങ്. എവിടെ? നമ്മളപ്പുറത്ത് ഈന്തപ്പനകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒരു തേങ്ങ ഇങ്ങനെ മുളച്ച് വന്നീനെ. അപ്പൊ
അപ്പൊ ഞാൻ പോയി കുഴിച്ചു നോക്കി എന്താവും വെച്ചാൽ ഒന്നും ആയില്ല. മുനിസിപ്പൽക്കാർ വന്നപ്പോ ഓരോ വലിച്ചിട്ട് പോയി. പക്ഷെ ഈ അറബ് നാട്ടിലൊക്കെ നമ്മളെ നാട്ടുകാർ പോയിട്ട് ഈ ഒമാനിലല്ലേ ഒരു സ്ഥലം സലാല ഒമാനിൽ തന്നെയല്ലേ? നല്ല പച്ചപ്പാണ് ഒമാനിലെ സലാല കേരളത്തിന്റെ അതേ ഒരു മിനി കേരള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാം ഒരു മലയാളി വൈബാണ്. പൂള, മാങ്ങ, തേങ്ങ എല്ലാം കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. അവിടെ ഒരുപാട് മലയാളീസ് കൃഷി ചെയ്യുന്നവരുണ്ട്, ഒരുപാടുണ്ട് മലയാളീസ്. പൂള ഒഫൻസീവായി എടുക്കരുത്. കപ്പ നമ്മളെ ഈ ചേരമാൻ പെരുമാളില്ലേ, അന്ന് മരിച്ച പുള്ളിക്കാരന്റെ ഖബറൊക്കെ അവിടെയാണ്. സലാലിയില് അവിടെ. അപ്പോൾ നമ്മളെ ആൾക്കാർ പണ്ടൊക്കെ ട്രേഡ് നടത്താനൊക്കെ എത്തിപ്പെട്ടിരുന്ന, ഗൾഫിലോട്ട് എത്തിപ്പെട്ടിരുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് ചെല്ലുന്ന അറബ് കൺട്രീസ് നിങ്ങൾക്ക് മാപ്പൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവരങ്ങനെ ചെന്നിരുന്നൊരു ട്രേഡ് നടത്താനൊക്കെ ഓഷ്യൻ വഴി പോകുമ്പോൾ അങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ലാൻഡ് ചെയ്തിരുന്നതെന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. അങ്ങനെ കഥ ഉണ്ട് സലാലക്ക്. അതേപോലെ തന്നെ വേറെയും എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ കാനഡയിലെ ബ്രാംപ്ടന്റെ കുറേ വീഡിയോസ് വരും. ബ്രാംപ്ടണിൽ ഒരുപാട് പഞ്ചാബീസാണ്. അപ്പോൾ അവർ കാണാൻ രാവിലെ പഞ്ചാബിലൊക്കെ എങ്ങനെ പണിക്ക് വന്ന് അതേപോലെ പണിക്കും. അതേപോലെ ചില അമ്മമാരൊക്കെ ഉണ്ട് വീടിന്റെ പുറത്തിരുന്നിട്ട് പുല്ലൊക്കെ പറിക്കാൻ. നാട്ടിലൊരു സെറ്റപ്പ് ഇല്ല, അങ്ങനത്തെ കുറെ റീൽസും ഒക്കെ ഞാനും കണ്ടിരുന്നു. ബ്രാംപ്ടണില് ഈ പഞ്ചാബീസ് കൂടുതലാണ്, നല്ല കൂടുതലാണ്. ഒരുപാട് തലക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് കാനഡക്ക് ഒരുപാട് ഇമിഗ്രൻസിനെ വേണം, അത്രയും വലിയ കൺട്രി അല്ലേ. ഇനീഷ്യലി കാനഡയ്ക്കാണ് കൂടുതൽ ആൾക്കാർ പോയത്. കാനഡയാണ് കൂടുതൽ ആൾക്കാർ എത്തിപ്പെട്ടത്. അപ്പൊ അവിടെ ഓൾറെഡി ആ അത്രയും ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ അത്രയും ഒരു ഗ്രോ ആയി വേണം പറയാൻ. അതിനേക്കാൾ കുറെ മുന്നേ ഞാൻ പറയുമ്പോ ഇപ്പോഴും പോകുന്നുണ്ട് ആൾക്കാർ. ഇപ്പോഴും ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാൻ അറിയാത്ത ഇഷ്ടം പോലെ പഞ്ചാബീസ് ഒക്കെ കയറി പോകുന്നുണ്ട്. ഓരോരുത്തർ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്, അവർക്ക് പറയാൻ അറിയണില്ല ഇംഗ്ലീഷ്. എങ്ങനെയാ അവരെത്തണത് എന്നുള്ളത് അറിയില്ല, എന്താ ആരെ ഇൻഫ്ലുവൻസിലാണ് അവരെത്തുന്നത് എന്നൊന്നും അറിയില്ല. 7 ഇല്ലാതെ വിസ കിട്ടൂല. പക്ഷെ ഈ നാളെ പറഞ്ഞിട്ടില്ല, അതിന്റെ തന്നെ ഒരുപാട് അണ്ടർഗ്രൗണ്ട് കൂടെ ഗൂഗിൾ സെർച്ച് വഴി ഞാൻ നാളെ ഒരു പയ്യനെ അടുത്ത് പറഞ്ഞതാണ്. അതായത് ഗൂഗിൾ സെർച്ച് കൂടെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നോ അതേപോലെ വേറെ ഏതൊക്കെ കൺട്രീസ്, ഇങ്ങനെ ഏതൊക്കെ കൺട്രീസിൽ നിന്ന് അവർ ഒറിജിനൽ ഐൽസിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഓരോ സൈറ്റിൽ വരും സാധനം. എന്താ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രാംപ്ടൺ അതേപോലെ ഒരുപാട് കൺട്രീസിൽ ഈ നമ്മളെ ഇന്ത്യൻസ് കൂടി വരുമ്പോൾ അവരെ കൾച്ചറിനെ ബാധിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ ആൾക്കാർ. അതെ അതെ. പിന്നെ ഈ അതിപ്പോൾ യു എസിലൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് കണ്ടില്ല. ഇന്ത്യയിലെ ഇലക്ഷൻ നടക്കണേ അവിടെ വൻ പ്രചാരണം, അവിടെ ആളും ബഹളും വെച്ചും. അതല്ല, അതിപ്പോൾ ഈ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പൊതുവെ എല്ലാവരും ഇപ്പോൾ ഈ ഹിന്ദുസിന്റെ പരിപാടി ഉണ്ടാകുമ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസ് ഓക്കെ എന്ന് ചിലപ്പോൾ നമുക്ക് ഓണം വരുമ്പോഴോ ക്രിസ്മസ് വരുമ്പോഴോ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ ഓക്കെ. ഇതിപ്പോൾ നാട്ടിലെ ഇലക്ഷൻ നടക്കണേന് അവിടെ അത് വേറെ സെലിബ്രേഷൻ നടന്നത്. അവിടുത്തെ രാജ്യത്ത് പോയി കണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ വേറെ കുറെ സംഭവങ്ങളുണ്ട്, എന്താ പറയാ, ആൾക്കാർ ചെയ്യുന്ന ഈ ക്യൂ ഒക്കെ നിക്കില്ല ബസ്സിൽ വരുമ്പോ, എല്ലാരും അടിച്ചു കയറുക. അങ്ങനെ ഇപ്പൊ റീസെന്റ് ഈ പറഞ്ഞപ്പോ ഇന്ത്യ കഴിഞ്ഞപ്പോ ഒരു ക്രിക്കറ്റ് കളിക്ക് ജയിച്ചല്ലോ. അപ്പൊ അന്ന് റാലി നടന്ന സമയത്ത് ബസ് സ്റ്റോപ്പിന്റെ മുകളിലൊക്കെ കേറിയാണ്ടും മതിലിന്റെ മുകളിൽ കൂടെ കേറിയിട്ട് ഫുൾ റാലി, അതായത് ആളുകൾ കൂടിയ പിന്നെ നമ്മളെ പവറാണെന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ സെലിബ്രേഷൻ വരുമ്പോൾ ഇതേപോലെ ചെയ്യുന്ന വൈറ്റ്സും ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കും. അല്ല, ഓരോന്നും വേറെ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യണില്ല. വേറെ നാട്ടിൽ പോയിട്ട് ചെയ്യുന്നില്ല. അവരുടെ നാട്ടിൽ നമുക്ക് കുറച്ചും കൂടി ചെയ്യാം. വേറെ നാട്ടിൽ പോയിട്ട് വേറെ നാട്ടിൽ പോയി ആരും വൈറ്റ്സോ അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിക്കാരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കണ്ട ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഏറ്റവും കീപ്പ് ചെയ്യുന്ന ഒരു നാട്ടുകാരാണ് നമ്മളെ നാട്ടുകാർ. എന്താ വെച്ചാൽ നമ്മളെല്ലാവരോടും പറയും ഇന്ത്യ നമ്പർ 1 ആണ്. കമന്റിൽ ഇന്ത്യ നമ്പർ 1 ആണെന്ന് പറയും, BJP അതാണെന്ന് പറയും, കോൺഗ്രസ് ഇതാണെന്ന് പറയും, മോഡി കണ്ട സ്വപ്നം കണ്ട ഇന്ത്യയിലാണ്. എന്നിട്ട് ഇവരൊക്കെ കാണുക പിന്നെ മെക്സിക്കോ ബോർഡറിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വേറെ ആർ യു ഫ്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന. ഞാൻ വിചാരിക്കും എന്തിനാ ചൈനയിൽ തന്നെ, തുർക്കി,
ഈ ഇങ്ങനെ കയറി വരും ഇന്ത്യക്കാർ നല്ല കൂടുതൽ. അപ്പോൾ ഞാൻ ആലോചിക്കും ഇത്രയും ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുമ്പോൾ ഗുജറാത്തികളൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊക്കെ തന്നെയല്ലേ പറയാറ് നമ്മളെ ഇന്ത്യ അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു, എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇവരെന്നെ കയറി വരും ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡിൽ കയറിയിരിക്കണം ഈ വർഷം ഏതൊക്കെ വർഷമൊക്കെ US-ലാണെങ്കിൽ ഈ ബോർഡറിൽ എല്ലാവർക്കും കയറി പോകുന്നൊരവസ്ഥ. ഇവിടെയൊക്കെ പോയിട്ട് ഇനി പുതിയൊരു ലൈക്ക് നമ്മളെ കൾച്ചറും ഈ കൾച്ചറും മിക്സ് ചെയ്ത് അതെ അല്ല നമ്മൾ മിക്സ് ചെയ്യാനൊന്നും നിൽക്കൂല, നമ്മളെ കൾച്ചറായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങനെ ആവുള്ളൂ. ഇത് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ അവരുടെ കൾച്ചർ റെസ്പെക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് ഓരോ കൾച്ചർ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ആവണം എന്നല്ല, നമ്മളെ കൾച്ചർ വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യാം, പക്ഷെ ബാക്കിയൊക്കെ ബുദ്ധിമുട്ടാക്കണ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ആൾക്കാർ ഡിയോഡ്രന്റ് ഉപയോഗിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവിടുത്തെ വെതറിലൊക്കെ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ഈ ആൾക്കാർ കളിയാക്കും. ആ ഒരു ബസ്സിലൊക്കെ ഒരു കൂട്ടം ഇന്ത്യൻസ് പോകുമ്പോൾ ഐ ക്യാൻ ഫീൽ ദ സ്മെൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് കേൾക്കാം. നമ്മളെ അതിനായിട്ടുള്ള അവസരങ്ങൾ നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ അതെ, ഈ നല്ല പെർഫ്യൂമൊന്നും യൂസ് ചെയ്യാതെ രാവിലെ ആണ്ട് നീച്ചു പോകുന്നു, ഇങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ വെച്ചിട്ട് ഇവര് ഇന്ത്യൻ, എല്ലാ ഇന്ത്യക്കാരും ഇങ്ങനെ ആവും എന്നുള്ള വിചാരം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. ജനറലൈസേഷൻ ഇതിൽ എല്ലാവരും പെട്ടുപോകുന്നില്ല. അതെ അതെ. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത് നമ്മളെ കുക്കിംഗ് രീതിയിൽ ഈ മസാലാസ് ഉപയോഗിക്കുമ്പോൾ മസാല പറ്റുന്നില്ല. നമ്മളെ മസാലാസ് ഉപയോഗിക്കുമ്പോൾ റൂം മൊത്തം സ്മെല്ലാവും. നാട്ടിലെ പോലെ അല്ല, നല്ല സ്പേസ് ഒന്നും നമുക്കില്ല. സംഭവിച്ചാൽ ഇവർക്ക് തന്നെ നമ്മളെ പോലത്തെ ഈ കുക്കറിൽ കുക്കിംഗ് ഹോസ്റ്റലിലൊക്കെ ഉണ്ട്, കുക്കറിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ഇത് കുക്കറിന്റെ വിസിലൊക്കെ വരുമ്പോൾ എന്തോ വലിയ കുക്ക് ചെയ്യേണ്ട ഇന്ത്യൻ ഫുഡ് കഴിക്കേണ്ട നല്ല നമ്മൾ ആരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. പുറത്തിറങ്ങുമ്പോ ഈ പറഞ്ഞ സ്പ്രേ അടിച്ചിട്ടും നല്ല സ്മെല്ല്, എൻ്റെ നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചേട്ടാ ചെയ്തത്, പിന്നെ അതിന് ഞാൻ ഈ കാറിലൊക്കെ പണ്ടൊക്കെ എൻ്റെ നല്ല സ്മെല്ല് നമുക്ക് കിട്ടില്ല ഈ സ്മെല്ല്. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ജാക്കറ്റിന്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ല്. അപ്പൊ ഈ നമ്മളെ ഈ കാറിന്റെ ഉള്ളിലൊക്കെ വെക്കുന്ന സാധനം ഒന്നാമത് നമ്മളെ ഇതൊക്കെ ആൾമറൊക്കെ അടച്ചിടണം കുക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഈ കാറിന്റെ ഉള്ളിൽ വെക്കുന്ന ആ സാധനം അതൊക്കെ നമ്മളെ ഇതിന്റെ വാർഡ്രോബിന്റെ ഉള്ളിൽ വെച്ചാണ്ട് കെട്ടിയിടുക. എന്നാ പിന്നെ അതിന്റെ സ്മെല്ല് മാക്സിമം ഡ്രസ്സുകളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതെ. പിന്നെ എന്താ വെച്ചിട്ടാ ഈ നമ്മളെ അപ്പാർട്ട്മെന്റ് ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റുഡിയോയിലൊക്കെ താമസിക്കുമ്പോഴാണ് അതൊരവസ്ഥ. നമ്മളറിയില്ല സ്മെല്ല് ഉണ്ടോ ഇല്ല എന്നുള്ളത്. കിട്ടും വിന്ററിലാണ് അത് പ്രശ്നക്കാരൻ. എന്താ വെച്ചാൽ നമുക്ക് 1, 2, 3, 4 ജാക്കറ്റ് ഉണ്ടാവും, ചിലർക്ക് ഒന്നും ഉണ്ടാവുള്ളൂ. അതിങ്ങനെ മാറ്റിയിടും. ഒരു ജാക്കറ്റ് അല്ല, പിന്നെ നമുക്ക് ഡ്രസ് ചെയ്യാൻ അറിയില്ല വിന്ററിൽ. അപ്പോൾ ഈ ഒരു ഒറ്റ ജാക്കറ്റ് ഇങ്ങനെ തണുപ്പാണ്ട് ഡോർ തുറന്നിടൂല, വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് ആ മണ അതിന്റെ ഉള്ളിൽ തന്നെ കെട്ടി കിടക്കും, അറിയുന്നില്ല തണുപ്പത്ത്. അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ ജാക്കറ്റുമ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് അറിയില്ലല്ലോ, ഇതിന്റെ സ്മെല്ല് ആൾക്ക് കിട്ടില്ല, പുറത്തുള്ളവർക്കുള്ള കിട്ടുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് നമ്മളെ മൊത്തം ഇന്ത്യന്റെ ഇമേജ് ബാധിക്കണ സംഭവമാണ്. നമ്മൾ തന്നെ നാള് ഇത് പലവട്ടം പറഞ്ഞതാണ്. അതായത് നമ്മൾ തന്നെ റൂം കിട്ടാൻ എത്രത്തോളം ബുദ്ധിമുട്ടിക്കണം. അതായത് ഇന്ത്യനാന്ന് അറിയുമ്പോൾ ഉടനെ അവര് ഇന്ത്യൻ ആണെങ്കിൽ റൂം ഇല്ല എന്നുള്ള രീതിക്ക് പച്ചക്ക് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണേ. നമ്മളായിട്ടാണ് അങ്ങനെ ആക്കിയത്. അതെ. ഇപ്പൊ ഒരു റൂമിൽ ആ അവസ്ഥ കൊണ്ടാണ് കുറെ ആൾക്കാര് ഒരു റൂമിൽ 8ഉം 12ഉം ആൾക്കാരൊക്കെ കിടന്ന റൂമുകളുണ്ട് അല്ലേ. അതെ അതെ. എന്താ വെച്ചാ അവസ്ഥ കൊണ്ടാണ് അങ്ങനെ. ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് 12 ആൾക്കാരൊക്കെ ഒരുമിച്ച് നടന്ന് ഒരു ബെഡ്റൂം 4 ആള്. പക്ഷെ ആ ഓണർക്ക് അറിയായിരുന്നു, ലീഗലായിട്ടൊന്നുമില്ല. 12 ആൾ അങ്ങനെ ഒന്നും നിൽക്കല്ല. ചില ദിവസങ്ങളിൽ എന്താ വെച്ചാൽ ഇവിടെ ഈ റൂം ഇല്ലാത്തവരും പട്ടിണി നടക്കുന്നവരൊക്കെ നമ്മള് വിളിക്കുവന്ന്. ഒരാള് പുറത്തുനിന്ന് വന്നാലും നമ്മള് മലയാളിയല്ലേ കേറിക്കോട്ടെ. 12 ആളിന് ഇപ്പൊ എത്ര ആള് ബാക്കിയുണ്ട് പോളണ്ടില്? പോളണ്ടില് 3 ആളുണ്ട് ഞങ്ങള്. ബാക്കി എല്ലാവരും പോയി. ഇപ്പൊ ഞങ്ങൾ എന്തായി, ഇപ്പൊ ഓരോരുത്തർക്കൊക്കെ ഓരോ അപ്പാർട്ട്മെന്റിലുള്ള രീതിയിലായി കാര്യങ്ങള്. അങ്ങനെ ഇപ്പൊ അപ്പാർട്ട്മെന്റ് മേടിക്കാൻ തുടങ്ങി നമ്മളറിയുന്ന ആൾക്കാര്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ കടന്നു പോകും. ആൾക്കാരെ കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റായിട്ട് വന്നുകൊണ്ടാണ് ഇതൊന്നും പറഞ്ഞൊരാളുണ്ടായിരുന്നില്ല, നിങ്ങൾ ഇതൊക്കെ നോക്കണം, ഡിയോഡ്രൻറ്റിന് ഇതിനൊന്നും പറഞ്ഞില്ലല്ലോ, ബോഡി സ്മെല്ലും ഇതൊക്കെ ഒഴിവാക്കാൻ. പക്ഷെ വന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു തന്നത്, ഇത് ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ കേരള ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാം റെഡി ആവണം.
ഗവൺമെന്റ് മാത്രമല്ല നമ്മളെ ഫാമിലിയിൽ തന്നെ തുടങ്ങുക. ഇനിയിപ്പോൾ ഗവൺമെന്റിനെ തുടങ്ങാനോ കുറ്റം പറയാൻ നിൽക്കണ്ടേ, നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരാള് ആ പ്രൊഫഷനെ നമ്മളെങ്ങനെ നോക്കി കാണണേ, ഒരു മോശം രീതിയിലാണ് ഒരു മോശം രീതിയിലുള്ള പ്രൊഫഷനായിട്ടാണ് നമ്മൾ നോക്കി കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇവിടെ ഏത് പണി ചെയ്യുന്ന ആൾക്കാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ് ഉണ്ടാകും, ആ ഒരു ഡിഗ്നിറ്റി ഉണ്ടാകും. പക്ഷേ നാട്ടില് നമുക്ക് ഇതുപോലത്തെ പണി ചെയ്യാൻ, നമ്മളിപ്പോ ഒരു പക്ഷെ യൂറോപ്പിൽ വന്നിട്ട് ഇതുപോലത്തെ പണികൾ ചെയ്യാൻ നമ്മൾ മടിക്കൂല, പക്ഷെ നാട്ടിൽ ഇതേ പണി ചെയ്യാൻ നമ്മൾ മടിക്കും. അത് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് സമൂഹത്തിന് നല്ല വാല്യൂ. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഒരാളെ കാണുമ്പോ ഓക്കെ ഇന്ന ആളെ മോനാണ്, ആ ഒരു ആളെ അയാളുടെ പ്രൊഫഷൻ വെച്ചിട്ട് നമ്മൾ അളക്കുകയാണ് അല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞേ, ഒരു വേസ്റ്റ് മാനേജ് ചെയ്യുന്ന ഒരാളെ മോനെ ഓൻ കല്യാണാലോചന വരികയാണ്, അത് കഥാപണി ഡ്രെയിനേജ് ക്ലീനിങ് ആണ്, അത് വേണ്ട എന്ന് പറയും. സെയിം അവസ്ഥ ഞാൻ പറഞ്ഞില്ല എന്നാള്, ബാർബർമാരുടെ അവസ്ഥ കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ഇതിൽ വരുമ്പോ കല്യാണം കിട്ടാൻ ഇടങ്ങറാവുന്നേ. ബാർബർ കുടുംബം മാത്രം നോക്കുള്ളൂ. അത് അങ്ങനെ പുറത്തുനിന്ന് കെട്ടാൻ എഞ്ചിനീയർ ആള് ഒരു ഒസാന്നാണല്ലോ നമ്മള് പറയാ, അവർ എഞ്ചിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ആ ഒരു പേര് അവർക്ക് ചാർത്തി കൊടുത്തിട്ട് അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറെ പയ്യന്മാരുണ്ട്. അവർക്ക് മുടി കെട്ടാനൊന്നും അറിയുന്ന പോലും ഉണ്ടാവില്ല, പക്ഷെ അവര് ആ ഒരു കാരണത്താൽ മാത്രം. ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ഊന്നി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം മിനിമം വേജ് ഉണ്ട് അല്ലേ. ഇപ്പോൾ KFC വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മെക്ഡിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ഇപ്പോൾ ഒരു ബാങ്കിലൊരു ബേസിക് വർക്കർ ആണെന്നുണ്ടെങ്കിലും ഈ വേസ്റ്റ് മാനേജ്മെന്റ് ആളാണെന്നുണ്ടെങ്കിലും അയാൾക്കൊക്കെ ഒരു ബേസിക് മിനിമം വേജ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ നിലവാരം ലിവിങ് സ്റ്റാൻഡേർഡ് ഒരുപോലെയാണ് മുകളിൽ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ ജോബ്സിന് പേയ്മെന്റ് വളരെ കുറച്ചാണ് കൊടുക്കുകയുള്ളൂ അല്ലേ. അപ്പൊ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡും കുറച്ചും കൂടിയും ലിവിങ് സ്റ്റാൻഡേർഡും ഇല്ല. കുറച്ച് ഇനി അത്യാവശ്യം പേയ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ 1500 മേടിക്കുന്ന ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട്, 1500 മേടിക്കുന്ന ഡ്രെയിനേജ് ക്ലീനിങ്ങൊക്കെ. പക്ഷെ അവരെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലുമാണ്, നൈറ്റിലൊക്കെയാണ്. അപ്പൊ അവർക്ക് പിന്നെ അവരെ സെൽഫിൽ ഫോക്കസ് ചെയ്യേണ്ടില്ല. അവര് രാവിലെ വന്ന് കടന്നുറങ്ങുന്നു, പിറ്റേന്നും രാത്രി ഇതിന് പോകുന്നു, വേറെ ഒന്നുമില്ല. അവരങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. പേയ്മെന്റ്, അവരുടെ സേഫ്റ്റി, അതൊന്നും സേഫ്റ്റിന്റെ കാര്യം. ഇപ്പൊ കേരളത്തില് മരിച്ചു, നമ്മൾ അറിഞ്ഞില്ല, കേരളത്തിൽ ക്ലീൻ ചെയ്യുന്നതിന്റെ പോയിട്ട് സംഭവം. അത് ക്ലീനിങ് ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ട് വേസ്റ്റിന്റെ ഇതിൽ കുടുങ്ങിയിട്ട് മരിച്ചു. എന്നിട്ട് ആൾക്കാർ തെരഞ്ഞു നോക്കിയിട്ട് കിട്ടി, 46 മണിക്കൂറിന് ശേഷം കിട്ടിയത് ഒരാള് വേസ്റ്റിന്റെ അടിയിൽ നിന്ന് പുള്ളിക്കാരന്റെ ശരീരം കണ്ട്. അതാണ് ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ആ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ, അല്ല ഇതിനൊക്കെ എന്താ പറയുക, നമ്മളെല്ലാവരും കാരണക്കാരാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. കാരണം നമ്മളെല്ലാവരും ഇട്ട വേസ്റ്റുകളാണ്, അതായത് മൂപ്പരതായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പൊ എല്ലാവരും അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾ വേസ്റ്റ് അവിടെ ഇവിടെ ഇടാതെ ഇരിക്കുക, നമ്മൾ പിയർ പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാവരും അതിനൊന്നും ശ്രമിച്ചാൽ തന്നെ കമ്മ്യൂണിറ്റി ഗ്രോ ആവും എന്ന് എനിക്ക് തോന്നുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 5-6 ജനറേഷൻ കഴിഞ്ഞിട്ട് കേരളം ജപ്പാനായിട്ട് കാര്യമില്ല, ഇപ്പൊ കാണണം, ഇപ്പൊ കിട്ടണം അല്ലേ. അതെന്താ വെച്ചാൽ പൊല്യൂഷൻ വേറെ രീതിയിലും വളർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസം വന്നിട്ട് പിന്നെ ഞാനൊരു പടം പറഞ്ഞിരുന്നില്ല, കേരളത്തിന്റെ ഫ്യൂച്ചർ കാണിച്ചിട്ടുള്ള മറ്റേത് എന്താ പറയാ, ഇവള് ഏലിയൻ മൂവി, നിങ്ങൾ അതിനെ പറ്റി കേട്ടിരുന്ന? അതില് നമ്മളെ അനാർക്കലിന്റെ ഓക്കെ, അതില് കേരളം വെള്ളം കേറിയിട്ടൊക്കെ ആകെ പോയി കിടക്കുന്ന ഒരു രീതിയിലൊക്കെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യമാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചാണ്, ഇപ്പോ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതെ, പക്ഷേ ഈ ജപ്പാനൊക്കെ ഇങ്ങനത്തെ കൺട്രീസ്, ഡെൻമാർക്ക് ഈ പറഞ്ഞ ടോപ്പ് 1 അങ്ങനെ മഴ കിട്ടുന്ന കൺട്രീസ് ആണോ എന്ന് അറിയില്ല. ഈ മഴ അതിനൊരു ഘടകമാണോ നമുക്ക് ഈ ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് മോശമാണുള്ള അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കിപ്പോ ഇങ്ങനെ തോട്ട് വന്നു. ഇവിടെ മഞ്ഞിന്റെ കാര്യം വെച്ചാൽ മഞ്ഞ് നമ്മൾ ഉരുകുന്ന ടൈമില് ചളി നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇതാണ്, അടങ്ങറാണ് ആ ചളി. നമുക്ക് നമ്മൾ സ്ലിപ്പർ ചെയ്യാൻ പോകുന്നത് മാത്രല്ല, ഈ ഒരു ബിൽഡിംഗ് ഒക്കെ കയറുമ്പോ ആകെ ചളിയായിട്ടുണ്ടാവും. റൂമിന്റെ അകത്ത് വെക്കുമ്പോഴും
പിറ്റേ ദിവസം ആ ചളി അവിടെ കാണില്ല. നമ്മൾ ഇപ്പം എൻ്റെ ഓഫീസിൻ്റെ ബിൽഡിംഗ് ഒക്കെ നിങ്ങൾ കാണാം, അവിടെ കണ്ട അവിടെ ചളി നിങ്ങൾ കാണണം. അപ്പോൾ അത് പിറ്റേ ദിവസം അവിടെ കാണില്ല. നേരെ മറിച്ച് അത് ഈവൻ ബസ് സ്റ്റോപ്പ് മെട്രോ സ്റ്റേഷനൊക്കെ ആ ചളി ഉണ്ടാവും. അത്രയും 100 കണക്കിന് ആൾക്കാർ നടന്നു പോകുന്ന സ്ഥലം, പക്ഷെ അവിടെ കാണില്ല. മെട്രോ സ്റ്റേഷനൊക്കെ മെട്രോ സ്റ്റേഷനൊക്കെ 12 മണിക്കൊക്കെ തുടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ, അവര് തുടക്കാന്ന് ഉപയോഗിക്കുന്നത് പണ്ട് വായന്റെ ഒരു ഇതില്ലേ, അത് എടുത്തിരുന്നു പണ്ട്. തണ്ടോ? ആ തണ്ടിൻ ആ ഒരു സാധനം ഉണ്ടല്ലേ, ആ ഇതിന്റെ ചില ആൾക്കാരുണ്ടല്ലോ ആ ഒരു സീൽ തന്നെ വീണ്ടും ഒരേ വിഷമം തുടക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ തുടച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഒരു കൈൻഡ് ഓഫ് ഒട്ടല് പോലത്തെ അത് അങ്ങനത്തെ വീണ്ടും വീണ്ടും നമ്മളൊക്കെ എവിടെ ചെന്നാലും എന്തും കഴിക്കാന്നുള്ളൊരു അത് സേഫ്റ്റി ഉണ്ടോ ഒന്നുമില്ല. നമ്മൾ കഴിച്ചു പോവാണ് എങ്ങനെയൊക്കെ. ഇത് അവിടെ നമ്മൾ വൃത്തിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് വൃത്തി എന്നാ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒഴിഞ്ഞ് നിൽക്കുന്ന തട്ടുകടികളിലൊക്കെയാണ്. എന്താ വെച്ചാൽ നമുക്ക് കിച്ചൺ കാണാം, എല്ലാം കാണാം. പല ഹോട്ടലിനെക്കാട്ടിലൊക്കെ ചില ഹോട്ടലിലൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ അസുഖങ്ങൾ എന്തൊക്കെ മന്തി കഴിച്ചിട്ട് ആളുകൾ മരണപ്പെട്ടു. അതുകൊണ്ട് ഓരോ കിച്ചൺ പിന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി വന്നിട്ട് ചെക്ക് ചെയ്തു, അപ്പോൾ ഒരുപാട് പഴകിയ ഭക്ഷണം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് റീസെൻ്റ്ലി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ചെക്കിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഒരു ജ്യൂസിൻ്റെ കടയിൽ ഇതേപോലെ ഒരാൾ പഴയ ഫ്രൂട്ട്സൊക്കെ ഒരിങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ആ ഫ്രിഡ്ജാണ് ഡീഫ്രോസ്റ്റ് ചെയ്യണമെന്ന് ഒന്നുമില്ല, മൊത്തം ഐസും കാര്യങ്ങളും കുറേ കാലം ഇങ്ങനെ ഓണാക്കി വെച്ചാലുണ്ടാവില്ല ആ സെറ്റപ്പ്. അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നുണ്ട് അതൊക്കെ അങ്ങനെ പ്രോപ്പർലി ടൈം ടു ടൈം ചെക്കിങ് നടക്കുന്നുണ്ടാവില്ല. ഇവിടുത്തെ ഫുഡ് സേഫ്റ്റിന്റെ കാര്യം ഉണ്ടല്ലോ, ഇവിടെ അത്രത്തോളം സ്ട്രിക്റ്റ് അല്ല, പക്ഷെ എന്നാലും അത് അത്ര മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവിടുത്തെ സ്ട്രിക്റ്റ് അല്ല. ഞാൻ പോയി നോക്കി, നമ്മളിങ്ങനെ ചെറിയൊരു ഫ്രൈഡ് ചിക്കന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോയിരുന്നു തുടങ്ങുന്നതിന്. നമ്മൾ ചോദിച്ചു, കാരണം ഗൾഫിലൊക്കെ ഈ ഫുഡ് സേഫ്റ്റി പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്. ഈ ബലദിയൊക്കെ വന്നിട്ട് ഭയങ്കര കൊട്ടക്കണക്കിന് ഫൈനാണ്. അതെങ്ങനെ ചെറിയ മിസ്റ്റേക്ക് വന്നാലും ഒരു ഫൈൻ ഇടും. അപ്പൊ നമ്മൾ ചോദിച്ചു, അതായത് ഇവിടുത്തെ ഫുഡ് സേഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പറഞ്ഞു. ഒരു വരുന്നതിന് മുന്നേ വിളിച്ചിട്ടായിരിക്കും വിളിച്ച് നമ്മളെ റെസ്റ്റോറന്റിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ സിസ്റ്റം അതെന്ന് ആലോചിച്ചു നോക്ക്. ഒരു വരുന്ന് പറയാണ് നമ്മൾ ക്ലീൻ ചെയ്യും മാസത്തിലോ അല്ലെങ്കിൽ ഒരു പീരിയോഡിക്കലി ഒരു വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന സമയത്ത് വരും ക്ലീൻ ചെയ്യുന്നു പറഞ്ഞാൽ ക്ലീൻ ചെയ്യൂല. അപ്പൊ അതായിരിക്കാം ഇവർക്ക് ഫൈൻ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സെനപ്പിറ്റലിന്റെ അപ്രൂവൽ എന്നാ പറയാ, സെനപ്പിറ്റൽ എന്നാ പറയാ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യണം. ടോയ്ലറ്റ് വേണം, ഇതിന്റെ ഉള്ളില് എത്ര ഏരിയാസ് വേണം, അതെ എത്ര ഏരിയാസ് വേണം, എല്ലാം ചെയ്തിരിക്കണം. അപ്പൊ ഇവര് വിളിച്ചു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവരെ ആൾക്കാരുള്ള വിശ്വാസമാണ്. ആൾക്കാരൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെ ഇക്കാലം എല്ലാ നിമിഷവും ഉണ്ടാവും. അപ്പം ഞാൻ അറിയേണ്ട ഒരു അറബിക് റെസ്റ്റോറൻറ്റ് പൂട്ടിയത് എനിക്കറിയാം. സെനപ്പിറ്റലിൻ്റെ അപ്രൂവല് വീണ്ടും കിട്ടിയത് ഇതാക്കിയത് എന്താ വെച്ചാൽ അവിടെ വൃത്തിൻ്റെ എന്തിൻ്റെയൊക്കെ പ്രശ്നം വന്നിട്ടാണ് അത് ക്ലോസ് ചെയ്തത്. അതന്നെ അവിടെയുള്ള പിന്നെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് അങ്ങനെ പൂട്ടിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ ബാർബർ ഷോപ്പിൻ്റെ അങ്ങനെ കുറേ ബ്യൂട്ടി പാർലറിൻ്റെ ഇതിനൊക്കെ ഓപ്പണിംഗ് ആയ സമയത്ത് അതിൻ്റെ സെനപ്പിറ്റ് വരുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളവിടെ പോയി ക്ലീൻ ചെയ്തു, ഞാനും അവനും കൂടി. അങ്ങനെ ഞങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി മാക്സിമം തുടച്ച് സെറ്റാക്കിയിട്ട് വിട്ടത്. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയി. പിന്നെ ഞാൻ വിളിച്ചു സെനപ്പിറ്റ് വന്നിട്ട് എന്തായി കിട്ടിയോന്ന് ചോദിച്ചു. പറഞ്ഞില്ലടാ അവര് വേറെ എന്തൊക്കെ അത് കണ്ടുപിടിച്ച് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവനത് വീണ്ടും കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും ചെന്നു. രണ്ടാമത് പറയുന്നപ്പോ വയറ് പുറത്തുകൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടോ മതിലിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ ആക്കണം എന്നോ പറഞ്ഞത്, പൊളിച്ച് വയറ് അങ്ങനെ അത് അത്ര അവർ ഹൈഡ്രേറ്റ് ചെയ്തിട്ടാണ് അവർ സെനപ്പിറ്റ് കൊടുത്തത്. അതായത് ആൾറെഡി എക്സിസ്റ്റിംഗ് ആയി അവിടെ എന്തെങ്കിലും ഒരു അപ്രൂവൽ കിട്ടിയൊരു ഷോപ്പ് ഉണ്ടായിട്ട് പോലും ആ ഷോപ്പ് നമ്മൾ മേടിച്ച് നമ്മളെ കമ്പനീൻ്റെ പേരിൽ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സെനപ്പിറ്റലിൻ്റെ അപ്രൂവൽ നമ്മളെ കമ്പനിയും എടുക്കണം. അപ്പോൾ ആദ്യം അപ്രൂവൽ കിട്ടിയ കമ്പനിക്ക് വീണ്ടും വന്നിട്ട് ഇവർ വർഷങ്ങൾക്ക് ശേഷം ഒരു 2 വർഷം മുമ്പ് 2 വർഷത്തോളം ഓടിയിരുന്ന റെസ്റ്റോറൻറ്റ് ഞാൻ പിന്നെയും റൺ ചെയ്യുമ്പോൾ വീണ്ടും സെനപ്പിറ്റലിന്റെ അപ്രൂവൽ മേടിക്കണം. അപ്പോൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും കാരണങ്ങൾ പറയാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും
അതെ. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ആ കാര്യം നോക്കണ്ടേ അല്ല, ഇനീഷ്യലി. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളന്ന് പറഞ്ഞില്ലേ ഇത്ര പോലീസുകാർക്ക് ഇത്ര ആൾക്കാരാണെന്ന് പറഞ്ഞ മാതിരി നാട്ടില് കോടിക്കണക്കിന് റെസ്റ്റോറൻറ്റ്സിന് ഒരു ഈ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിട്ടിട്ട് കാര്യമില്ല. അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തില് ഒന്ന് വളരണം, അതാണ്. പക്ഷെ പല ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മതി. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും നമ്മൾ ശരിയല്ലാത്തൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ഇപ്പോൾ ഈ വരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രമല്ല ഏതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാലും അയാളൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങും ഇല്ലേ? കാരണം പേടി തന്നെ ആയിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫെസിലിറ്റീസും സെറ്റപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കാര്യങ്ങൾ ഒന്നുകൂടി സ്മൂത്ത് ആവും. അപ്പം എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് നിഷിൻ പറഞ്ഞ പോലെ വരുന്നൊരു ജനറേഷൻ ഇത് മനസ്സിലാക്കി അങ്ങനെ അത് പോരാ, ഇത് തന്നെ വേണം, നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുള്ള രീതിയിൽ പ്രതീക്ഷ ഉണ്ട്. അവയർനെസ് ഇസ് കീ. അതെ അതെ, സ്കൂൾ തലത്തിലും വീട്ടിൻ്റെ ഉള്ളിലും എല്ലാം തുടങ്ങും. അപ്പോൾ പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ടോ? ഇപ്പോൾ എനിക്ക് ഈ ടോപ്പിക്ക് എന്നോട് ഏകദേശം ഒരു 1 മന്തോ 2 മന്ത് മുന്നേ നമ്മളൊരു ഫോളോവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ. ഈ കാര്യം എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. മെയിൽ അയച്ചപ്പോൾ എന്നോട് വെച്ച് നമ്പർ തരുമോ അങ്ങനെ സംസാരിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ടോപ്പിക് എന്തിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ മൂപ്പർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ സുൽത്താൻ ബത്തേരി പോലെ എന്തുകൊണ്ട് ബാക്കിയുള്ള സിറ്റികളാവുന്നില്ല എന്നാണ് മൂപ്പര് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പര് അന്ന് അവിടെ നിന്നതിന് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഏകദേശം 2.5 ലക്ഷം റുപ്യോളം വാടക ആ ബിൽഡിങ്ങിൽ നിന്ന് ജനറേറ്റ് ആവുന്നുണ്ട്. ഫുൾ ഓഫീസ് സ്പേസുകളാണ്. അപ്പോൾ അതിലെ വേസ്റ്റ് പുള്ളി പറയുന്നത് വെച്ചാൽ അതിലെ വേസ്റ്റ് എല്ലാ ദിവസവും ഒരു ടീം വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ ഓഫീസിലെയും. അതുകൊണ്ട് ഓഫീസിൻ്റെ ഉള്ളിൽ സെറ്റപ്പാണ്, അധികം വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഓഫീസിന്റെ സൈഡ് ബാക്ക് സൈഡ് ഒക്കെ ഈ ജനലിന്റെ പുറത്തു കൂടെ ഇട്ട കുപ്പികൾ, ഫുഡിന്റെ എന്താ പാക്കേജിൽ ഫുഡിന്റെ വേസ്റ്റുകൾ, ഇതൊക്കെ ജനലിന്റെ പുറത്തു കൂടെ ഇട്ടിട്ട് ഈ ഓരോ ഫ്ലോറിന്റെ ഇടയിൽ ചെറിയ ചെറിയ തിണ്ട് ഉണ്ടാവുമല്ലോ, ഈ ചെറിയ പൈപ്പൊക്കെ പോണ ചെറിയൊരു തിണ്ട്, അതിന് ഇങ്ങനെ തടഞ്ഞു നിൽക്കുക. തുണി എന്തൊക്കെയോ തുണികള്. പുള്ളി അതിന്റെ ഫോട്ടോ അയച്ചു, മുംബൈയിൽ പോയിട്ടുണ്ട്, പുള്ളി അതിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതായത് 2.5 ലക്ഷം വാടക കടയാണ്. അവര് ഉള്ളൊക്കെ നല്ല കുഴപ്പമില്ലാതെ വേസ്റ്റ് ഒരു ലേഡി വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ആൾക്കാർ കാണാത്ത ഭാഗങ്ങള് അങ്ങനെയാണ് വൃത്തികേടായിട്ട് കിടക്കുക. അത് ഈ നോർത്ത് ഇന്ത്യൻസ് നമ്മളെ നാട്ടിൽ എൻ്റെ പണിക്കാരുണ്ടല്ലോ, അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലൊക്കെ ഈ സൺസൈഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അവിടെ കടുകൊക്കെ ഇങ്ങനെ ഇതായിട്ട് കടുക് മുളച്ചിട്ടൊക്കെ ഉണ്ടാവും, ഉള്ളിയൊക്കെ മുളച്ചിട്ട് പുറത്തേക്കിട്ടിട്ട് മുളച്ചൊക്കെ ഉണ്ടാവും, കടുകും ഉള്ളിയും മറ്റേ തക്കാളി എല്ലാം ഇവരിങ്ങനെ എറിഞ്ഞ് അങ്ങനെ. ആ ഭാഗമൊക്കെ ചിന്തിക്കാന്നല്ല എങ്ങനെയാണ് ശരിയാവുക. അതിലൊക്കെ ഒരാളാണ്ട് പോയിട്ടാണ്ട് പിന്നെന്താ പറയാ, അവിടെ ഒരാളെ കൊന്നു കൊണ്ടുപോയിട്ടാലൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ കാലാവസ്ഥ. തക്കു എപ്പിസോഡ് എന്നാ തക്കു നാട്ടിൽ പോണല്ലേ. അതെ, അപ്പൊ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും, കുറച്ച് ദിവസം ഒരു എന്താ പറയാ വെക്കേഷൻ നാട്ടിൽ നിന്ന് കാണാൻ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എപ്പോഴും തക്കുവരുണ്ടാവും. അതുകൊണ്ട് ആരെങ്കിലും കാണുകയാണെങ്കിലൊക്കെ ഹായ് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. പിന്നെ നമുക്ക് ഒരു അനലിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് റിസർച്ച് ടീം. അതെ, ഞങ്ങളെ റിസർച്ച് ടീമിനെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങളെ CV ബേസിക്കലി നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്കിപ്പോൾ പല കാര്യങ്ങൾ വേറെ കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടന്റും കാര്യങ്ങളെല്ലാം ഒരു റിസർച്ച് ടീം അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് നമുക്ക് തരാൻ പറ്റിയ ഒരു ടീമാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ CVs അയക്കുക. നമ്മളെ erchipodcast@gmail.com അയച്ചാൽ മതി. നിങ്ങളൊരു സെൽഫി വീഡിയോ അയക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുള്ളത്. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ നോക്കുന്നത്, നമ്മളെ ഫോളോവേഴ്സിനെ നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ വളരാം. അതായത് ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മള് ബേസിക്കലി എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പൈസന്റെ ബിസിനസ് ഉണ്ട്, എല്ലാവരും കുറച്ച് ബിസിയാണ് ബേസിക്കലി. അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഈ ഒരു ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി 500K അടിച്ചു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി കണ്ടന്റ് ഡെലിവർ ചെയ്യണമെന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് ലെവറേജ് ചെയ്യണമെന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം ചെയ്ത പോലെ ആ സമയം പോരാ, ഇനി അങ്ങോട്ട് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് സമയം കണ്ടെത്താൻ ബേസിക്കലി ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ഇൻഡിവിജ്വലി എല്ലാവർക്കും.
അപ്പോൾ ബേസിക്കലി നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ ഒരു അനലിസ്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ അനലിസ്റ്റിന് കറണ്ട് ഡാറ്റാസും കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ ഇപ്പം എനിക്കൊരു ടോപ്പിക്ക് തോന്നുകയാണ് ഇപ്പോൾ ഇന്നത്തെ പോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോസും അതുപോലെ തന്നെ എന്തൊക്കെ സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ എനിക്ക് അത്രയും സമയം ലാഭമാണ്. ഞാൻ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പോലെ അത് മനസ്സിലാക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവറിലോ 3/4 മണിക്കൂറിലോ മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ ഇത്രയും കാലം 18 വയസ്സായി അപ്പോൾ ഇത്രയും കാലം കണ്ട കാര്യങ്ങളും എനിക്ക് അറിയുന്ന കാര്യങ്ങളും വെച്ചിട്ട് അതൊന്ന് എലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റും ഇതിൻ്റെതായ റിസർച്ച് ചെയ്തിട്ട്. അപ്പോൾ അതിന് നമ്മളൊരു അനലിസ്റ്റിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫൈസലും പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ CV erchi.podcast@gmail.com അയക്കുക. ഇതിൽ താല്പര്യം സെൽഫി വീഡിയോ എന്തുകൊണ്ട് നിങ്ങളെ നമ്മൾ അനലിസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത്രയും ബെറ്റർ. കഴിഞ്ഞാൽ അതല്ല ഈ ഒരു ഫീൽഡ് ഗ്രോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓർക്കും നമ്മൾ ചാൻസ് കൊടുക്കും. ഒരുമിച്ച് വളരെ എങ്ങൾക്കും നമ്മൾ ഇത് തുടങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് കണ്ടന്റ്സ് അങ്ങനെ തുടങ്ങാന്നുള്ളത്. നിങ്ങൾ ആൾറെഡി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും പോസിബിൾ ആട്ടോ. എന്താ വെച്ചാൽ ഇത് നിങ്ങളെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഡെയിലി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറത്തെ വർക്ക് ഞാൻ പറഞ്ഞ വീക്കിലി ഇപ്പോൾ ചില വീക്കിൽ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ചില വീക്കിൽ 2 എപ്പിസോഡ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ടിങ് പോകുന്നത് അല്ലേ. 2 എപ്പിസോഡിന്റെ മുകളിൽ വരാൻ അപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. നമ്മളിപ്പോൾ ഏതായാലും തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, ഇനി ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ടീമായിട്ട് തന്നെ വളരാൻ പറ്റും. നമ്മളിപ്പോൾ നമ്മളെ ഫോളോവേഴ്സിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തമ്മിൽ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഒരു ഫോളോവർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ എഡിറ്റിംഗ് സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ വളരാം, മുന്നോട്ട് പോകാം. അപ്പം നന്ദി. അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും സജഷൻസും ഇനിയിപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ലാതെ പല പോയിന്റ്സും തോന്നിക്കാണും ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ നല്ലതല്ല ഇത് ചെയ്താണ്. അപ്പോൾ അതൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത് വായിക്കുന്ന ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മൾ പോലീസിന്റെ റീൽ ചെയ്തപ്പോൾ ഒരുപാട് പോലീസുകാർ ഇത് വായിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ പേര് പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് കമന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റിലും ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എപ്പിസോഡ് കാണുന്നുണ്ട്. അപ്പോൾ അവർ ഈ കമന്റ് വായിക്കുമ്പോൾ അവർക്ക് ഇത് ഡയറക്റ്റ് എത്തും, അവരുടെ അടുത്ത് എത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോൾ പറയണം ഓക്കെ ഇന്ന വേസ്റ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന വേസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ ചോദിക്കുമ്പോൾ ഓക്കെ ഒരു ഹെൽത്ത് എന്നുള്ള ആൾ ഇത് കാണുമ്പോൾ ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും, അവരത് ബ്രെയിൻ സ്റ്റോം ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും വായിക്കുക, പൊതുവെ പിന്നെ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനറേഷൻ വരുന്നുണ്ട്, യൂറോപ്പും UK-യും മറ്റേ വേറെ വെസ്റ്റേൺ കൺട്രീസൊക്കെ കണ്ട് അതുപോലെ കേരളം ആക്കണം എന്ന് വിചാരിച്ചാൽ അവർ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നൊരു അപ്പോൾ അന്ന് നിങ്ങൾ അത് മുൻകൂട്ടി കാണുക. ഓക്കെ, അപ്പോൾ റിസർച്ച് ടീം മാത്രമല്ല എന്ത് സ്കിൽസ് ഉണ്ടെങ്കിലും മാർക്കറ്റ് സ്കിൽസ് ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി റീച്ച് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ അവസരങ്ങൾ നോക്കാം. ഇപ്പൊ ഞങ്ങളുടെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. നമുക്ക് ഈ പോഡ്കാസ്റ്റ് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു നല്ല രീതിയിൽ തന്നെ വളരാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ erchi.podcast@gmail.com അതിലോട്ട് അയക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.